അമ്പും വില്ലും താഴത്ത് വെച്ച് പ്രണമിച്ചിരിക്കുക. കൃഷ്ണ വന്നോളും, വന്നോളും, എന്തു വേണമെങ്കിൽ ചെയ്തോളും. അതാണ് ആ ഭീഷ്മന്റെ പ്രഭാവം, അദ്ദേഹത്തിൻ്റെ മഹാത്മ്യം. ഞാൻ ആരോട് വേണമെങ്കിൽ എതിർക്കും, പക്ഷേ കൃഷ്ണ പരമാത്മാവിനോട്, ഭഗവാനോട് എതിർക്കില്ല. നേരെ മറിച്ച് കംസൻ പറഞ്ഞതോ, ആരായാലും വിരോധമില്ല, ഞാൻ എതിർക്കുന്ന ഈശ്വരനോടും എതിർക്കും. അതുതന്നെയാണ് ഹിരണ്യകശിപുവും പറഞ്ഞത്. ഇവിടെ ഭീഷ്മൻ എല്ലാവിധത്തിലുള്ള യോഗ്യതയുണ്ടെങ്കിലും അമ്പും വില്ലും താഴത്ത് വെച്ച് തൊഴുതുകൊണ്ട് സ്തുതി തുടങ്ങി എന്നാ പറയുന്നത്. വല്ല വിധവും പിടിച്ചു വലിച്ച് കൃഷ്ണനെയും കൂട്ടി അർജുനൻ മടങ്ങി. അന്ന് രാത്രിയാണ് അവർ പാളയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഭീഷ്മൻ പാളയത്ത് ചെന്ന് ഭീഷ്മനെ കണ്ട് കൃഷ്ണനടക്കം സഹോദരന്മാരെല്ലാവരോടും കൂടി ചെന്നിട്ട് പറയുകയാണ്, ധർമ്മയുദ്ധം അത് ജയിക്കണമെങ്കിൽ എന്തൊക്കെ വേണമെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കൂ. കേമത്വം കൊണ്ട് ജയിക്കാൻ പറ്റില്ല, വെറും കൗശലം കൊണ്ടും ജപിക്കാൻ പറ്റില്ല. എന്നാൽ സത്യസന്ധത കൊണ്ട്, നേരെ വാ നേരെ പോ എന്നുള്ള ഋജുത്വം കൊണ്ട് ജയിക്കാനേ പറ്റുള്ളൂ. താഴേണ്ടയിടത്ത് താഴണം, ഉള്ളു തുറന്ന് സംസാരിക്കേണ്ടയിടത്ത് സംസാരിക്കണം. ഭീഷ്മൻ അജയ്യനാണ്, സംശയമൊന്നുമില്ല. അദ്ദേഹം അധർമ്മപക്ഷത്തിലാണ് നിൽക്കുന്നത് എന്നുണ്ടെങ്കിലും അദ്ദേഹത്തിൻ്റെ സമ്മതത്തോടുകൂടി അധർമ്മം കീഴടങ്ങുന്നതൊഴികെ അദ്ദേഹം വിസമ്മതിച്ച അധർമ്മത്തെ കീഴടക്കാൻ പറ്റില്ല. കഥം ജയേമ സർവജ്ഞ കഥം രാജ്യം ലഭേമഹി. അവിടെ ചെന്ന് നമസ്കരിച്ച് ചോദിക്കുകയാണ്, എൻ്റെ മുത്തശ്ശ, അങ്ങ് കാണിച്ച പരാക്രമം അങ്ങയ്ക്ക് അറിയാലോ, കാണിച്ചതല്ലേ ഞങ്ങൾ കാണുന്നുള്ളൂ, കാണിച്ച അങ്ങയ്ക്ക് ഞങ്ങളെക്കാളും അറിയാം. ഇനി നാളത്തെ പരാക്രമം, ഇതിൻ്റെ പരാക്രമം സ്ക്വയർഡോ ക്യൂബോ ആകും. ഇതെങ്ങനെ നടക്കുന്ന പറയണത്? ഞങ്ങളിവിടെ യുദ്ധത്തിന് വന്നിരിക്കുന്നത് അങ്ങയുടെ അനുഗ്രഹം മേടിച്ചാണ്. അങ്ങയോട് പടപൊരുതാൻ ഞങ്ങൾക്ക് ഇഷ്ടമില്ല. ദുര്യോധനോടോ ദുര്യോധന സൈന്യത്തോടാണ് പടപൊരുതുന്നത്. അങ്ങ് സേനാധിപനായി മുമ്പിൽ നിൽക്കുന്നു, ഞങ്ങൾ എന്തു ചെയ്യും? അതുകൊണ്ട് അങ്ങയെ ജയിക്കാൻ എന്തു വേണം എന്നൊന്ന് പറഞ്ഞു തരൂന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ധർമ്മദൗത്യം, ധർമ്മരീതി. ബ്രൂഹി തസ്മാദുപായം നോ യഥായുദ്ധേ ജയേമഹി ഭവന്തം സമരേ ക്രുദ്ധം ദണ്ഡഹസ്തമിവാന്തകം. ബ്രൂഹി തസ്മാദ് ഉപായം നോ യഥാ യുദ്ധേ ജയേമഹി. അങ്ങയെ യുദ്ധത്തിൽ ജയിക്കാൻ എന്തെങ്കിലും ഒരു ഉപായം കണ്ടുപിടിക്കണം. അത് ഞങ്ങളൊന്നും തിരഞ്ഞാൽ കിട്ടാൻ പോണില്ല. അങ്ങ് തന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണം. ഇന്ന പ്രകാരം യുദ്ധം ചെയ്താൽ എന്നെ തോൽപ്പിക്കാനോ കീഴടക്കാനോ സാധിക്കുമെന്ന് അങ്ങയുടെ മുഖകമലത്തിൽ നിന്ന് തന്നെ കേൾക്കണം. ഭവന്തം സമരേ ക്രുദ്ധം ദണ്ഡഹസ്തമിവാന്തകം. അങ്ങ് കയ്യും പൊക്കി അമ്പും വില്ലും കയറ്റി രഥത്തിൽ നിന്നാൽ അന്തകൻ തന്നെയാണ്. എണ്ണമറ്റ യമന്മാരാണ് അങ്ങയുടെ മുഖത്തിൽ കാണുന്നത്. അതുകൊണ്ട് അങ്ങയെ ജയിക്കാൻ സാധ്യമല്ല. അതങ്ങോട്ട് കേട്ടപ്പോൾ ഭീഷ്മന്റെ മനസ്സ് ഒന്ന് കുളിർത്തു. അദ്ദേഹം പറയുന്നു, പാവം, അർജുന സമരേ ശൂരഃ പുരസ്കൃത്യ ശിഖണ്ഡിനം മാമേവ വിശിഖൈസ്തീക്ഷ്ണൈഃ അഭിദ്രവതു ദംശിതഃ. ഒരൊറ്റ വഴിയേ ഉള്ളൂ. ഞാൻ എല്ലാവരോടും യുദ്ധം ചെയ്യില്ല. സ്ത്രീകളോടോ ആണും പെണ്ണും കെട്ടവനോടോ ഞാൻ യുദ്ധം ചെയ്യില്ല. നിങ്ങളുടെ അടുത്ത് ഒരു മഹാരഥിയുണ്ട്, ശിഖണ്ഡി. അവൻ ലിംഗം മാറിയവനാണ്. ആ ശിഖണ്ഡിയെ മുൻപിൽ നിർത്തി അർജുനൻ പിന്നിന്ന് കൂർത്തുമൂർത്ത ശരം പ്രയോഗിച്ച് എന്നോട് പൊരുതട്ടെ, അപ്പൊ ഞാൻ താഴത്ത് വീഴും. അതല്ലാതെ ഒരു വഴിയുമില്ല. ഇനി മിണ്ടണ്ട, പൊക്കോളൂ, അവനവൻ്റെ കാര്യം നേടാനുള്ള വഴി നോക്കിക്കോളൂ എന്നാ പറഞ്ഞു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ഭാരതം, ഇതാണ് ഭാരതം, ഇതാണ് ഭാരതം. മനുഷ്യന്റെ മനസ്സ് എവിടം വരെ പവിത്രമാകാം, എവിടം വരെ ക്രുദ്ധമാകാം, ഏതുവരെ ലോഭത്തിന് വിധേയമാകാം. അതിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു സത്യം, ഒരു ധർമ്മം കിടന്ന് കളിക്കണു. ആ ധർമ്മത്തിന് വിജയം കൈവരാൻ ഉള്ള പഴുതുകൾ മുഴുവൻ അടച്ചാലും അത് വിട്ടൊരു പഴുത് പുതിയതായിട്ടുണ്ടാവും. എല്ലാവരും തോറ്റു, ഭീഷ്മനെ ജയിക്കാൻ പറ്റില്ല. അപ്പോഴേ പറഞ്ഞു വെച്ചതാണ്. ആദ്യത്തെ ദിവസം പോയി നമസ്കരിച്ചപ്പോൾ സമയം വന്നിട്ടില്ല, സമയം വന്നാ എന്നോട് വന്ന് ചോദിക്കൂ എന്നാ പറഞ്ഞേ. സമയം വന്ന് ചോദിച്ചപ്പോൾ പറയാണ്, ഇതൊരൊറ്റ വഴിയേ ഉള്ളൂ. ഇത്രയും ഞാൻ പറഞ്ഞു നിർത്തി. ഇനി ആദ്യത്തെ ശ്ലോകത്തിലേക്ക് നമ്മൾ മടങ്ങുകയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മക്ഷേത്രം പ്രസിദ്ധമായിരിക്കുന്ന കുരുക്ഷേത്രത്തിൽ
രണ്ടു കൂട്ടരും വന്ന് നിന്ന് എന്തേ ചെയ്തേ എന്ന് ചോദിച്ചാൽ യുദ്ധം ചെയ്തോ ചെയ്തില്ലേ എന്നല്ല. ഈ ചോദ്യം ചോദിക്കുന്നത് 10-ാം ദിവസമാണ് യുദ്ധം കഴിഞ്ഞ്. 9-ാം ദിവസം ഈ സംസാരം കഴിഞ്ഞു. 10-ാം ദിവസം ശിഖണ്ഡിയെ മുൻപിൽ നിർത്തി അർജുനൻ ശരമെയ്ത് ഭീഷ്മ പിതാമഹൻ രഥത്തിൽ നിന്ന് താഴത്ത് വീണു. വീണത് അങ്ങോട്ട് കണ്ടപ്പോ സഞ്ജയന്റെ മനസ്സ് വല്ലാതെ ഞെട്ടിപ്പോയി. അയ്യോ, ഇത് സംഭവിച്ചു, എന്ത് ക്രൂരതയാണ് ഈ നടന്നത്. അർജുനൻ പൗത്രൻ പിതാമഹനെ തട്ടി താഴത്തിട്ടിരിക്കുന്നു, ശിഖണ്ഡിയെ മുമ്പിൽ നിർത്തി. എന്താണിത്? മനസ്സടക്കാൻ പറ്റിയില്ല. അതുവരെയൊക്കെ യുദ്ധം എന്നേ പറയാനുള്ളൂ. ഇപ്പൊ സൈന്യ തലവൻ തന്നെ മറിഞ്ഞു താഴത്ത് വീണു രഥത്തിന്റെ മുകളിന്ന്. ഈ വർത്തമാനം ഉടനടി അറിയിക്കണം. ആരെ? ധൃതരാഷ്ട്ര മഹാരാജാവിനെ എന്ന് പറഞ്ഞ് ഓടിക്കതച്ചങ്ങോട്ട് ചെന്നു. എന്നിട്ട് മഹാരാജാവിനോട് പറയാണ്, സഞ്ജയോഹം മഹാരാജ നമസ്തേ ഭരതർഷഭ ഹതോ ഭീഷ്മശാന്തനവോ ഭരതാനാം പിതാമഹ. സഞ്ജയോഹം മഹാരാജ, കുരുടനാണല്ലോ. അപ്പൊ സഞ്ജയൻ അടുത്ത് ചെന്നാൽ അറിയില്ല വന്നിട്ടുണ്ടെന്ന്. അപ്പൊ അവിടെ പറഞ്ഞുകൊണ്ട് ചെല്ലാണ്, സഞ്ജയോഹം മഹാരാജ നമസ്തേ ഭരതർഷഭ, അങ്ങയ്ക്ക് നമസ്കാരം. ഞാൻ രാജ്യത്തിന്റെ പർവ്വതങ്ങളും നദികളും പ്രധാനപ്പെട്ട സ്ഥലങ്ങളുമൊക്കെ വർണ്ണിച്ചുകൊണ്ടിരുന്നു. ആ വർണ്ണന നിർത്തി ഓടിപ്പോയത് കുരുക്ഷേത്രത്തിലേക്കാണ്. അവിടെ പെട്ടെന്ന് യുദ്ധം തുടങ്ങിയിരുന്നു. ആ യുദ്ധത്തിന്റെ സംഭവങ്ങളൊക്കെ നിരീക്ഷിച്ച് 9 ദിവസം കഴിഞ്ഞു. 10-ാം ദിവസം ഇതാ ഭീഷ്മ പിതാമഹൻ താഴത്ത് വീണിരിക്കുന്നു രഥത്തിൽ നിന്ന്. ഈ വർത്തമാനം അറിയിക്കാൻ വന്നതാണ്. കഥം കുരൂണാം വൃഷഭോ ഹതോ ഭീഷ്മശിഖണ്ഡിന കഥം രഥാസന്യപതത് പിതാമേ വാസവോപമഃ. തസ്മിൻ ഹതേ മഹാപ്രാജ്ഞേ മഹേശ്വാസേ മഹാബലേ മഹാസത്വേ നരവ്യാഘ്രേ കിമു ആസീൻ മനസ്തവ. ഈ ഭീഷ്മ പിതാമഹനുണ്ടല്ലോ, ഉപായപ്പെട്ട ആളല്ല. കഥം കുരൂണാം വൃഷഭോ ഹതോ ഭീഷ്മ ശിഖണ്ഡിന. ശിഖണ്ഡിയാൽ എങ്ങനെയാണ് ഈ ഭീഷ്മൻ താഴത്ത് തട്ടിമറിക്കപ്പെട്ടത്? കഥം രഥാസന്യപതത് പിതാമേ വാസവോപമഃ. ഭീഷ്മൻ ഇന്ദ്രന് തുല്യനാണ് പ്രതാപത്തിൽ. ആ ഇന്ദ്രനെ ശിഖണ്ഡി തട്ടി താഴത്തിട്ടു എന്നോ? അത് കണ്ടപ്പോ കഥം രഥാസന്യപതത്, എങ്ങനെയായി വീണു? രഥത്തിൽ നിന്ന് വീഴാന്ന് പറഞ്ഞാൽ ഇത് ഉപായപ്പെട്ട സംഭവമൊന്നുമല്ല. ഭീഷ്മന്റെ കയ്യിൽ അമ്പുണ്ട്, വില്ലുണ്ട്, എല്ലാം ഉണ്ട്. അദ്ദേഹത്തിന്റെ അമ്പിനെയും വില്ലിനെയും നേരിടാൻ ലോകത്തിൽ ഒരാളുമില്ല. അങ്ങനെ ഒരാൾ മറിഞ്ഞു എന്ന് കേട്ടുമ്പോ തസ്മിൻ ഹതേ മഹാപ്രാജ്ഞേ മഹേശ്വാസേ മഹാബലേ മഹാസത്വേ നരവ്യാഘ്രേ കിമു ആസീൻ മനസ്തവ. ഭീഷ്മന്റെ വിശേഷണങ്ങൾ പറയാ. മഹാപ്രാജ്ഞേ, അദ്ദേഹം പ്രാജ്ഞനാണ്. ആത്മജ്ഞാനം, ആ സിദ്ധി ധാരാളമുണ്ട്. സാധാരണക്കാർക്കുള്ള മെയ്ബലം, മനോബലം, ബുദ്ധിബലം, കൗശലം, ധീരത മാത്രമല്ല, ലോകത്തിന് മുഴുവനും പ്രതിഫലിപ്പിക്കുന്നതായ അന്തരാത്മാവിൽ നിന്ന് നിർഗളിക്കുന്ന അനശ്വരവും അജയ്യവുമായിരിക്കുന്ന ആത്മബലം ധാരാളമുള്ളവനാണ്. മഹേശ്വാസേ, എല്ലാവിധത്തിലുള്ള അസ്ത്രങ്ങളും ശസ്ത്രങ്ങളും പ്രയോഗിക്കാനുള്ള സാമർഥ്യവും കഴിവും മികവുമുണ്ട് അദ്ദേഹത്തിന്. മഹാബലേ, ബലത്തിലും കുറവില്ല. മഹാസത്വേ, ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അദ്ദേഹം മഹാപ്രഭാവശാലിയാണ്. നരവ്യാഘ്രേ, നരവ്യാഘ്രനാണ്. അങ്ങനെ ഒരാള് തേരുന്ന് താഴത്ത് വീണു, എതിർശരമേറ്റ് എന്ന് വരുമ്പോ കിമു ആസീൻ മനസ്തവ, നിന്റെ മനസ്സ് എങ്ങനെയാ ഉണ്ടായിരുന്നത്? ഇത് കണ്ടിട്ട് എന്താ തോന്നിയത്? ആർത്തിം പരാമാവിശതി മനഃശംസസി മേ ഹതം കുരൂണാം വൃഷഭം വീരം അകമ്പം പുരുഷർഷഭം. എന്നെ സംബന്ധിച്ചിടത്തോളം നീ ഇത് പറയുകയാണ്, നീ കണ്ടിട്ടുണ്ടാവും, എനിക്ക് കേൾക്കാനേ പറ്റുള്ളൂ, നീ കണ്ണുകൊണ്ട് കണ്ട സംഭവമാണ്. ആർത്തിം പരാം ആവിശതി മനഃശംസസി മേ ഹതം. ഈ വർത്തമാനം അങ്ങോട്ട് കേട്ടതോടുകൂടി എൻ്റെ മനസ്സിൽ അതികഠിനമായിരിക്കുന്ന ഒരു സുനാമി ദുഃഖമാണ് വന്നു കയറുന്നത്. വലിയ ഒരു ദുഃഖം. കുരൂണാം വൃഷഭം വീരം അകമ്പം പുരുഷർഷഭം. ഈ വീണ ആള് സാധാരണക്കാരനല്ല. എൻ്റെ മകനെങ്ങാനും വീണു എന്ന് പറഞ്ഞാലും എനിക്ക് ഇത്ര വിഷമുണ്ടാവില്ല. അധ്യാത്മമായിരിക്കുന്ന ശക്തി, ഈശ്വരപ്രസാദം, ജ്ഞാനപ്രഭാവം, അജയ്യമായിരിക്കുന്ന അസ്ത്രശസ്ത്ര പാടവം, നൈപുണ്യം
ഇതെല്ലാം തികഞ്ഞിരിക്കുന്ന ഭൗതികവും ആധ്യാത്മികവുമായിരിക്കുന്ന മികവോടുകൂടിയ ഒരാൾ വീണു എന്ന് കേൾക്കുമ്പോൾ യസ്യ വീര്യം സമാശ്രിത്യ മമ പുത്രോ ബൃഹത് ബലഃ ന പാണ്ഡവാൻ അഗണയത് കഥം സനിഹതഃ പരൈഃ. കേൾക്കണുണ്ടോ നിങ്ങൾ? ആ ധൃതരാഷ്ട്രന്റെ മനസ്സിലുള്ള വികാരങ്ങളൊക്കെ പറയുകയാണ്. യസ്യ വീര്യം സമാശ്രിത്യ മമ പുത്രോ ബൃഹത് ബലഃ. എൻ്റെ മകനുണ്ടല്ലോ ദുര്യോധനൻ, ആ പരമദുഷ്ടൻ, ആ ദുഷ്ടൻ കൃഷ്ണൻ വരെ ദൂതന് വന്ന് ഞങ്ങളെല്ലാവരും പറഞ്ഞു മനസ്സിലാക്കി. അതൊന്നും കൂട്ടാക്കാതെ ആരുടെ ശക്തിയെ മുൻഗണിച്ചുകൊണ്ടാണ് ഇതിന് പുറപ്പെട്ടത്? ഈ പിതാമഹൻ അജയ്യനാണല്ലോ എന്നുള്ളൊരു വിചാരമാണ്. ആ പിതാമഹന്റെ അജയ്യത്വത്തെ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ് ന പാണ്ഡവാൻ അഗണയത്, പാണ്ഡവന്മാരെ പുല്ലുപോലെ അങ്ങോട്ട് ആക്കി. സൂചി കുത്താനുള്ള പഴുതുപോലും പാണ്ഡവർക്ക് കൊടുക്കില്ല. 6 വീടല്ല, ഒന്നും കൊടുക്കില്ല എന്ന് പറയാൻ എന്താ കാരണം? മുത്തശ്ശൻ നമ്മുടെ പക്ഷത്തിലുണ്ടല്ലോ എന്ന്. പ്രോക്തം പരായണം പ്രാജ്ഞം സ്വധർമ്മനിരതം ശുചിം വേദവേദാംഗതത്വജ്ഞം കഥം ശംസസി മേഹദം. ഈ ഭീഷ്മൻ എങ്ങനത്തെ ആളാ? പ്രോക്തം പരായണം പ്രാജ്ഞം സ്വധർമ്മനിരതം ശുചിം. പ്രോക്തം ധാരാളം അറിവുള്ള ആളാണ്. പരായണം പ്രാജ്ഞം എല്ലാവർക്കും ആശ്രയമാണ്, പ്രാജ്ഞനാണ്. സ്വധർമ്മനിരതം ശുചിം ഏത് പക്ഷത്തിൽ എവിടെ നിന്നാലും ദുര്യോധന്റെ കൂടെ നിന്നാലും അധർമ്മം ആ മഹാത്മാവിനെ തൊട്ടിട്ടില്ല. എല്ലാ സമയത്തും ശരിയായി ധർമ്മസ്ഥാനം എടുത്ത് ഉപദേശിച്ചുകൊണ്ടിരുന്ന ആളാണ്. വേദവേദാംഗ തത്വജ്ഞം വേദങ്ങൾ അറിയാം, 6 ശാസ്ത്രങ്ങളും അറിയാം. അങ്ങനെയുള്ള ഒരു മഹാപ്രാജ്ഞൻ, ഒരു മഹായോദ്ധാവ്. കഥം ശംസസി മേഹദം. രഥത്തിൽ നിന്ന് താഴത്ത് വീണു എന്ന് നീ പറയുന്നുണ്ടല്ലോ, ഞാൻ എന്താ ഇത് മനസ്സിലാക്കേണ്ടത്? സർവാസ്ത്ര വിനയോഭേദം ശാന്തം ദാന്തം മനസ്വിനം ഹതം ശാന്തനവം ശ്രുത്വ മന്യേ ശേഷം ഹതം ബലം. സർവാസ്ത്ര വിനയോഭേദം ശാന്തം ദാന്തം മനസ്വിനം യത്ര ഹതം ശാന്തനവം ശ്രുത്വ മന്യേ ശേഷം ഹതം ബലം. ഇപ്പൊ യുദ്ധം എന്ന് 10-ാം ദിവസമേ ആയിട്ടുള്ളൂ. ഭീഷ്മൻ ഇതാ വീണു എന്നാ പറയുന്നത്. ഈ ഭീഷ്മൻ വീണ് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സൈന്യത്തിന്റെ നില എന്താവും? സർവാസ്ത്ര വിനയോഭേദം എല്ലാ വിധത്തിലുള്ള അസ്ത്രവും നല്ലപോലെ അറിയാം. എന്നാലോ വിനയം വേണ്ടത്രയുണ്ട്. ശാന്തനാണ്, ദാന്തനാണ്, ഇന്ദ്രിയങ്ങൾക്ക് നല്ല നിയന്ത്രണമുണ്ട്. മനസ്വിയാണ്, മനസ്സിനെയും അടക്കിയിട്ടുള്ളവനാണ്. ഹതം ശാന്തനവം ശ്രുത്വ. ഇങ്ങനെയുള്ള ഒരാള് സേനാധിപൻ എൻ്റെ സൈന്യത്തിൽ ഉണ്ടായിട്ടും ആ ആള് വീണു എന്ന് കേൾക്കുമ്പോൾ എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുകയാണ് മന്യേ ശേഷം ഹതം ബലം. എനിക്കിനി ആരൊക്കെ അവിടെ മിച്ചമുണ്ടെങ്കിലും, കർണനുണ്ടെങ്കിലും ദ്രോണനുണ്ടെങ്കിലും ആരുണ്ടെങ്കിലും എല്ലാവരും തന്നെ വീണു, നഷ്ടപ്പെട്ടു എന്നാണ് എൻ്റെ മനസ്സിൽ തോന്നുന്നത്. ഈ ഭീഷ്മന്റെ പതനം വലിയ ചോദ്യങ്ങളൊക്കെ ഉന്നയിക്കുന്നു. ഒരു ചോദ്യം എന്താ? ധർമാദധർമ്മോ ബലവാൻ സംപ്രാപ്ത ഇതി മേ മതിഹി എത്ര വൃദ്ധം ഗുരും ഹത്വ രാജ്യമിച്ഛന്തി പാണ്ഡവാഹ. ഇതാണ് ധർമ്മക്ഷേത്രവുമായിട്ടുള്ള ബന്ധം. അവിടെ നടന്ന യുദ്ധം ധർമ്മയുദ്ധമാണോ അതോ അധർമ്മയുദ്ധമോ എന്നൊരു ചോദ്യം വരുന്നുണ്ട്. ധർമാദ് അധർമ്മോ ബലവാൻ സംപ്രാപ്ത ഇതി മേ മതിഹി. ഇങ്ങനെ അജയ്യനും വേദവേദാംഗ തത്വജ്ഞനും പ്രാക്തനും എല്ലാമായ ഭീഷ്മപിതാമഹൻ താഴത്ത് വീണു എന്ന് കേൾക്കുമ്പോൾ എങ്ങനെയാ വീണത്? എതിർപക്ഷത്തിലുള്ള സേനയെ ആക്രമിച്ചിട്ടാണ്. ആ എതിർപക്ഷ സേന ആരുടെയാ? പാണ്ഡവന്മാരുടെ. അവരോ ധർമ്മബുദ്ധികളാണേനും. ആ ധർമ്മബുദ്ധികളുടെ ഹസ്തത്തിലാണ് ഭീഷ്മൻ ഇങ്ങനെ ഒരു തലയിലെടുത്ത് വന്നത് എന്ന് കേൾക്കുമ്പോൾ എനിക്ക് തോന്നുകയാണ് ധർമാത് അധർമ്മോ ബലവാൻ സംപ്രാപ്ത ഇതി മേ മതിഹി. ലോകത്തിൽ ധർമ്മത്തിന് ശക്തിയില്ല, ഉണ്ടായിരുന്നു. ധർമ്മത്തിനുള്ള വിലയും മേന്മയും മികവുമെല്ലാം പോയി, ഗ്രഹണം പിടിച്ചു. അധർമ്മത്തിനാണ് ശക്തി കൂടുതൽ. എന്താ? സർവാരാധ്യനായിരിക്കുന്ന ഭീഷ്മൻ പിതാമഹനെ കൊല്ലാൻ തീരുമാനിച്ചുല്ലോ, തട്ടി താഴത്തിടാൻ തീരുമാനിച്ചുല്ലോ പാണ്ഡവന്മാർ. ഇത് അവർക്ക് ചേർന്നതല്ലല്ലോ. എങ്ങനെ ഈ കടുങ്കൈ നടന്നു? അപ്പൊ ധർമ്മത്തിന് ബലമില്ല, അധർമ്മത്തിനാണ് ഇപ്പൊ കൊടികുത്തി വാഴുന്ന കാലം എന്നെനിക്ക് തോന്നുന്നു. എത്ര വൃദ്ധം ഗുരും ഹത്വ രാജ്യമിച്ഛന്തി പാണ്ഡവാഹ. വൃദ്ധനായിരിക്കുന്ന പ്രാജ്ഞനുമായ കുരുവൃദ്ധനെ, ഭീഷ്മപിതാമഹനെ കൊന്നിട്ട് പാണ്ഡവന്മാര് രാജ്യമാളാൻ ഇച്ഛിക്കുന്നുവെന്നോ? അവർ ഇത്ര നാളും ധർമ്മിഷ്ഠരാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്.
ഇത് കേൾക്കുമ്പോൾ എനിക്ക് അവര് അധർമ്മം ചെയ്യുന്നവരാണ് എന്ന് തോന്നിപ്പോകുന്നു. തം ഇന്ദ്രസമകർമാണം കകുതം സർവധന്വിനാം ഹതം ശംസസി മേ ഭീഷ്മം കിം നു ദുഃഖമതഃ പരം. തം ഇന്ദ്രസമകർമാണം കകുതം സർവധന്വിനാം. ഇന്ദ്രസമകർമാണം, ദേവേന്ദ്രന് തുല്യമായ പരാക്രമമാണ് ഈ ഭീഷ്മനുള്ളത്. കകുതം സർവധന്വിനാം, വില്ലാളികൾക്ക് മുഴുവൻ വിജയക്കൊടിയാണ് ആര്? ഈ ഭീഷ്മൻ. ഹതം ശംസസി മേ ഭീഷ്മം കിം നു ദുഃഖമതഃ പരം. അങ്ങനെയുള്ള ഭീഷ്മൻ താഴത്ത് വീണു എന്നങ്ങോട്ട് കേൾക്കുമ്പോ ഇതിൽ കവിഞ്ഞ ദുഃഖം എന്താ ഉള്ളത്? ഇത് ഞാൻ എങ്ങനെ പൊറുക്കും, സഹിക്കും? ഇവിടുന്ന് അങ്ങോട്ടുള്ള ചരിത്രം ഞാൻ എങ്ങനെ കേൾക്കും? ന ശാസ്ത്രേണ ന ശൗര്യേണ തപസ മേധയാനജ ന ധൃത്യ ന പുനസ്ത്യാഗാത് മൃത്യോഹ കശ്ചിത് വിമുച്യതേ. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ധൃതരാഷ്ട്രന്റെ മനസ്സിൽ നടക്കുന്ന ചിന്തകളാണിത്. ന ശാസ്ത്രേണ, അസ്ത്രം കൊണ്ടോ, ന ശൗര്യേണ, ശൗര്യം കൊണ്ടോ, തപസ, തപസ്വാധീനത്താലോ, മേധയ, ബുദ്ധിവൈഭവത്താലോ, ന ധൃത്യ, ഇച്ഛാശക്തി കൊണ്ടോ, ന പുനസ്ത്യാഗാത്, എല്ലാം വിടുന്ന ത്യാഗം എന്ന് പറയുന്ന അതിമഹത്വമായ മൂല്യം കൊണ്ടോ, മൃത്യോഹ കശ്ചിത് വിമുച്യതേ, മരണത്തിൽ നിന്ന് ഒരാൾക്കും രക്ഷപ്പെടാൻ പറ്റില്ല എന്നാണ് എനിക്ക് മനസ്സിലാവുന്നത്. പരസ്പര വിപരീത ഭാവങ്ങളാണ് ധൃതരാഷ്ട്രന്റെ സംശയങ്ങളിൽ വരുന്നത്. അതിൽ അദ്ദേഹം ധർമ്മത്തിന് ബലം നഷ്ടപ്പെട്ടു, അധർമ്മത്തിനാണ് ബലം എന്ന് വരെ പറയുന്നുണ്ട്. കാലോ നൂനം മഹാവീര്യ സർവലോക ദുരത്യയ നാഹം തേഷാം പരേഷാം വ ബുദ്ധ്യാ സഞ്ജയ ചിന്തയൻ. കാലോ നൂനം മഹാവീര്യ, എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താ? എല്ലാറ്റിനും ഉപരിയാണ് കാലം, സമയം. ആ സമയത്തിൻ്റെ പ്രയാണത്തിൽ ഈ ലോകത്തിൽ പല കുട്ടിക്കരണങ്ങളും അറിയാം. കാലത്തിന് താഴെയാണ് ലോകത്തിലെ എല്ലാവരും. ഒരു കാലത്ത് നമ്മൾ ജനിച്ചു, കുറെ കാലം നമ്മൾ വളർന്നു, അത് കഴിഞ്ഞാൽ ആ കാല യവനികയ്ക്ക് പിന്നിലാവും നമ്മുടെ ശരീരം, നമ്മുടെ ജീവിതം എല്ലാം തന്നെ. ഒരാളുടെ ബുദ്ധി കൊണ്ടും ഈ കാലത്തിന്റെ ഗതിയെ നമുക്ക് ഗ്രഹിക്കാനോ തടുക്കാനോ പറ്റില്ല. ശേഷം കിഞ്ചിത് പ്രപശ്യാമി പ്രത്യനീകേ മഹീക്ഷിതാം ദാരുണക്ഷത്രധർമ്മോയം ഋഷിഭിഃ സംപ്രദർശിത. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ദാരുണക്ഷത്രധർമ്മോയം ഋഷിഭിഃ സംപ്രദർശിത യത്ര ശാന്തനവം ഹത്വാ രാജ്യമിച്ഛാമി പാണ്ഡവാഃ വയം വാ രാജ്യമിച്ഛാമോ ഘാതയിത്വാ മഹാവ്രതം. ദാരുണഃ ക്ഷത്രധർമ്മോയം ഋഷിഭിഃ സംപ്രദർശിത. ക്രാന്തദർശികളായിരിക്കുന്ന മഹർഷിമാരാണ് ഈ ക്ഷാത്ര തേജസ്സും ക്ഷത്രിയ ധർമ്മത്തിനെ പറ്റി വിവരിച്ച് നമ്മൾക്ക് കർത്തവ്യവും കൃത്യവും ഒക്കെ പറഞ്ഞു തന്നിരിക്കുന്നത്. സിംഹാസനത്തിലിരിക്കുന്ന രാജാവ് ദണ്ഡനീതി നടപ്പാക്കണം. മനുഷ്യരാശി ഭിന്നരുചിക്കാരാണ്. അതിൽ അക്രമപ്രവണതകൾ ഉള്ളവർ, ദുഷ്ടന്മാർ, കള്ളന്മാർ, ചതിയന്മാർ, ഭീകരന്മാർ എല്ലാവരും ഉണ്ടാവും. അവരെ എല്ലാവരെയും അടക്കി ഒതുക്കി നിർത്താൻ സിംഹാസനത്തിലിരിക്കുന്ന ധീരവീര പ്രഭുക്കൾക്കേ സാധിക്കൂ. അതിനാണ് മെയ്ബലം വർദ്ധിപ്പിച്ച് അസ്ത്രശസ്ത്രം അവർ സമ്പാദിക്കുന്നത്. അവർ വേണ്ടതുപോലെ ദണ്ഡനീതി നടപ്പാക്കിയാലേ മനുഷ്യരാശിക്ക് കൂട്ടായി വ്യക്തിയവും കുടുംബീയവുമായ സ്വാതന്ത്ര്യത്തോടു കൂടി ജീവിക്കാൻ പറ്റൂ. അവരുടെ പ്രയാണത്തിൽ സഹോദരനാണ് ദുഷ്ടൻ എന്നുണ്ടെങ്കിൽ ആ ദുഷ്ടനെയും അവർക്ക് നേരിടേണ്ടി വരും. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇവിടെ യുദ്ധം ചെയ്യാൻ വന്നിട്ടുള്ളവർ സഹോദരന്മാരാണ്. ഒരേ മുത്തശ്ശന്റെ കീഴിൽ, ഒരേ ആചാര്യന്റെ കീഴിൽ, ബാക്കിയുള്ള ബന്ധുക്കളുടെ കീഴിൽ വളർന്നു വന്നവരാണ്. അവരുടെ ശിക്ഷണത്തിൽ വളർന്നു. ഒരു കൂട്ടര് പാപികളായി, ഒരു കൂട്ടര് പുണ്യവാന്മാരായി. രണ്ടുപേരോടും അടങ്ങി ഒതുങ്ങി നിൽക്കാൻ പറഞ്ഞു, കൂട്ടാക്കിയില്ല. അവസാനം നിവൃത്തിയില്ലാതെയാണ് യുദ്ധം വന്നത്. അത് തടുക്കാൻ വേണ്ടി എല്ലാവരും വായ കൊണ്ട് പറഞ്ഞു. കൈകൊണ്ട് തടുക്കാനുള്ള അവകാശമില്ല. മുതിർന്നവരെ നമ്മൾ കൈകൊണ്ട് തടുക്കാൻ പാടില്ല. അങ്ങനെയുള്ള സമയത്ത് ദാരുണക്ഷത്രധർമ്മോയം, ഈ ഭീഷ്മൻ നമ്മുടെ പക്ഷത്തിൽ നിന്നതും എതിർപക്ഷത്തിലുള്ള പാണ്ഡവന്മാർക്ക് അവരോട് യുദ്ധം ചെയ്യേണ്ടി വന്നതും, അങ്ങനെ സഹോദരന്മാർ തമ്മിൽ പൊരുതുക, ശ്യാലന്മാർ തമ്മിൽ പൊരുതുക, അച്ഛനും മക്കളും വേണ്ടി വന്നാൽ തമ്മിൽ പൊരുതുക, ഇങ്ങനെയുള്ള ഒരു കൊടുങ്കൈയുണ്ടല്ലോ, ഒരു കൊടിയ വൃത്തി. ദാരുണഃ ഋഷിഭിഃ സംപ്രദർശിത. അതിൻ്റെ കീഴിലാണ് അവർ യുദ്ധം ചെയ്യാൻ വന്നത്. എത്ര ശാന്തനവം ഹത്വാ രാജ്യമിച്ഛന്തി പാണ്ഡവാഃ. ശന്തനുപുത്രനെ കൊന്നിട്ട് രാജ്യം തിരിച്ചു പിടിച്ച് വാഴാനാണ് അവർ ഉദ്ദേശിക്കുന്നത്.
ഈ ക്ഷത്രിയ ധർമ്മത്തിന് വശംവദരായി അതിൻ്റെ കീഴിൽ വയം വാ രാജ്യമിച്ഛാമോ ഘാതയിത്വാ മഹാവ്രതം. ഇനി നമ്മുടെ പക്ഷക്കാര് യുദ്ധത്തിൽ ജയിച്ചാൽ തന്നെ എന്തായിരിക്കും സ്ഥിതി? ഭീഷ്മനെ കൊന്നിട്ടാണ് അവരുടെ പക്ഷം ജയിക്കാൻ പോകുന്നത്. രണ്ടു കൂട്ടക്കാർക്കും ഈ ഭീഷ്മവധത്തിന് റെസ്പോൺസിബിളാണ്, ചുമതലയുള്ളവരാണ്. പാണ്ഡവർമാർ യുദ്ധം ചെയ്ത് അദ്ദേഹത്തിനെ കൊന്ന് രാജ്യം വാഴാൻ ഇഷ്ടപ്പെടുന്നു. നമ്മുടെ പക്ഷത്തിലുള്ളവർ ഭീഷ്മനെ സേനാധിപനാക്കി വെച്ച് മറ്റവരാൽ കൊല്ലിക്കപ്പെട്ട രാജ്യം വാഴാൻ ഇഷ്ടപ്പെടുന്നു. ഇങ്ങനെയുണ്ടോ ഒരു കടുങ്കയ്യ്? ഇതാണോ ക്ഷത്രിയന് വിധിച്ചിട്ടുള്ളത്? എത്ര ദാരുണം, എത്ര നിഷ്ഠുരം, എത്ര കടും കയ്യാണത്! ക്ഷത്രധർമ്മേ സ്ഥിതാ പാർത്ഥ നാപരാധ്യന്തി പുത്രകാഃ ഏതദാര്യേണ കർത്തവ്യം കൃച്ഛ്രാസ്വാപസ്സു സഞ്ജയ. അത് പറയുമ്പോഴേക്കും ധൃതരാഷ്ട്രന്റെ വിവേകം ഒന്നും കൂടി അങ്ങോട്ട് കനപ്പെടുക. എന്നിട്ട് പറയുകയാണ്, ക്ഷത്രധർമ്മേ സ്ഥിതാ പാർത്ഥാഃ നാപരാധ്യന്തി പുത്രകാഃ. ഹേയ് ഹേയ്, അങ്ങനെ പറയരുത്. അവിടെ യുധിഷ്ഠിരനുണ്ട്. അവൻ ധർമ്മം ലംഘിച്ച് ഒരു കാലത്തും നടക്കില്ല. ആ യുധിഷ്ഠിരന്റെ കീഴിൽ എന്തു വന്നാലും അനുജന്മാർ അനങ്ങില്ല. ദ്രൗപദിയുടെ വസ്ത്രം പിടിച്ചു വലിച്ച് മണിക്കൂറുകളോളം പിടിച്ചു വലിച്ച് വിലപിച്ച് കിടക്കുമ്പോഴും ആ യുധിഷ്ഠിരൻ അനങ്ങരുത് എന്ന് പറഞ്ഞ ആ വാക്ക് കേട്ട് നാലാളും കയ്യും കെട്ടി മിണ്ടാതെയിരുന്നു. അവരുടെ ധർമ്മബുദ്ധിയെ ഞാൻ ചോദ്യം ചെയ്യരുത്, ചോദ്യം ചെയ്യരുത്. ആപത്ത് വരുന്ന സമയത്ത് നിവൃത്തിയില്ലാതെ ഗതി മുട്ടുമ്പോഴാണ് ഈ പ്രവൃത്തികൾ നടന്നത്. അവർ കൃഷ്ണനെ കൃഷ്ണപരമാത്മാവിനെ പറഞ്ഞയച്ചുല്ലോ സന്ധിക്ക് വേണ്ടി. എന്തെല്ലാം ചെയ്തു! 6 ഗ്രാമം മാത്രം മതി എന്ന് പറഞ്ഞയച്ചില്ലേ? എൻ്റെ പുത്രനല്ലേ, സൂചി കുത്താനുള്ള സ്ഥലം പോലും കൊട്ടക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ പടപൊരുതി എടുത്തോളൂ എന്ന് പറഞ്ഞത്, നിഷ്ഠുരത കാണിച്ചത് എൻ്റെ മകനല്ലേ. അതുകൊണ്ട് പാണ്ഡുപുത്രന്മാരെ കുറ്റം പറയരുത്. ക്ഷത്രധർമ്മേ സ്ഥിതാ പാർത്ഥ നാപരാധ്യന്തി പുത്രകാഃ ഏതദാര്യേണ കർത്തവ്യം കൃച്ഛ്രാസ്വാപസ്സു സഞ്ജയ. ശ്രേഷ്ഠനായിരിക്കുന്ന ക്ഷത്രിയൻ ചെയ്യേണ്ടത് എന്തോ അതാണ് ഇപ്പൊ കുരുക്ഷേത്രത്തിൽ നടന്നതും നടക്കാൻ പോകുന്നതും. ഈ യുദ്ധം വാസ്തവത്തിൽ എൻ്റെ മകൻ ദുര്യോധനും പാണ്ഡുവിന്റെ പുത്രൻ യുധിഷ്ഠിരനും തമ്മിലുള്ള യുദ്ധമല്ല. ഇത് 2 പക്ഷക്കാർ തമ്മിലുള്ള യുദ്ധമാണ്. ജംബൂദ്വീപത്തിലുള്ളവർ മുഴുവൻ ഇവിടെ വന്നിട്ടുണ്ട്. അവരുടെ ഇടയിലുള്ള ഒരു ചോദ്യമാണ്, നമ്മുടെ രാജ്യത്തിൽ ധർമ്മത്തിന് അനുസരിച്ച ഒരു ശാസനം, ഒരു ഭരണം വേണമോ, അതോ പാപഭൂയിഷ്ടമായിരിക്കുന്ന ഒരു ഭരണം വേണമോ? ഈ 2 ഭരണകർത്താക്കന്മാർ തമ്മിലുള്ള യുദ്ധം എന്ന് പറഞ്ഞാൽ പ്രജകൾക്ക് ആവശ്യം ധാർമ്മിക ഭരണമോ അതോ അധാർമിക ഭരണമോ എന്നാണ്. ഇന്നിപ്പോ ഇന്ത്യയെ നേരിടുന്ന ഒരു വലിയ പ്രശ്നമാണ് എന്ത്? ഇവിടുത്തെ സ്ത്രീകളെ ബസ്സിൽ വെച്ചും റോട്ടിൽ വെച്ചും എവിടെ വെച്ചിട്ടും ആർക്ക് വേണമെങ്കിലും വയസ്സും പ്രായവും ഒന്നും നോക്കാതെ കിടന്ന് ആക്രമിക്കാം എന്നുള്ള ഒരു നില വന്നിരിക്കുക. പാർലമെന്റ് നിയമം പാസ്സാക്കിയത് കൊണ്ട് മാത്രമായില്ല, നിയമം നടപ്പിലാക്കണം. നടപ്പിലാക്കാൻ നിങ്ങളും ഞങ്ങളും സാധാരണ പൗരന്മാരല്ല. അവർ നിയമം പാസ്സാക്കി സ്ത്രീകളുടെ രക്ഷയ്ക്ക് വേണ്ടി. നടപ്പാക്കാൻ പറ്റിയില്ലെങ്കിലോ? നിയമത്തെ പേടിച്ചല്ല നാം പൊളി പറയാതെ ഇരിക്കുന്നത്. പൊളി പറയുന്നത് അവന് തന്നെ പാപകരമാണെന്ന് വിചാരിച്ചാണ്. അങ്ങനെയുള്ളവരാണ് കൂടുതൽ. ഞങ്ങളൊക്കെ എന്തു ചെയ്യും അങ്ങ് സൃഷ്ടിച്ച ലോകത്തിൽ എന്നുള്ളൊരു വലിയ ചോദ്യമാണത്. ക്ഷത്രധർമ്മേ സ്ഥിതാ പാർത്ഥ നാപരാധ്യന്തി പുത്രകാഃ ഏതദാര്യേണ കർത്തവ്യം കൃച്ഛ്രാസ്വാപസ്സു സഞ്ജയ. കൃച്ഛ്രം അതികഠിനമായിരിക്കുന്ന ആപത്ത് വന്നാൽ ഏത് ക്ഷത്രിയനും ചെയ്യേണ്ടതായ പ്രവൃത്തിയാണ്. അവർ 12 കൊല്ലം കാട്ടിലേക്ക് പോയി, 1 കൊല്ലം അജ്ഞാതവാസം അനുഭവിച്ചു. ഇതെല്ലാം കഴിഞ്ഞ് ഞങ്ങളുടെ രാജ്യം തിരിച്ചു തരൂ എന്ന് പറഞ്ഞു. അത് കൂട്ടാക്കിയില്ല. അവസാനം ദൂതന് പറഞ്ഞയച്ചു, അതും കഴിഞ്ഞു. സർവ പഴുതുകളും അടഞ്ഞപ്പോഴാണ് കൃഷ്ണൻ തന്നെ പറഞ്ഞത്, ദാ അമാവാസി വരാൻ പോണു, ധാരാളം പുല്ലൊക്കെ ഉണ്ട് കുതിരകൾക്ക് തിന്നാൻ, ധാന്യങ്ങളും സമൃദ്ധമാണ്, അതുകൊണ്ട് യുദ്ധം തുടങ്ങാം എന്ന് പറഞ്ഞിട്ടാണ് പോയത്. 13 കൊല്ലം കഴിഞ്ഞതിന് ശേഷം ഉള്ള തീരുമാനമാണ്. അപ്പൊ ശ്രേഷ്ഠന്മാരെന്തു വേണം? എൻ്റെ ദുര്യോധനെ തടുത്തു നിർത്താൻ ഇപ്പൊ യുധിഷ്ഠിരനും കൂട്ടരും കൂടി പരിശ്രമിച്ചില്ല എന്നുണ്ടെങ്കിൽ ഈ ദുര്യോധനൻ ഇന്ന് അടക്കിയത് പാണ്ഡവന്മാരെയാ. നാളെ ഈ ജംബൂദ്വീപം മുഴുവൻ അടക്കി ഹിരണ്യകശിപുവിനേക്കാൾ മോശമായിട്ടുള്ള ഒരു ഭരണവും സ്വഭാവമാവും പങ്കുവയ്ക്കുക. ശ്രേഷ്ഠരായ ക്ഷത്രിയന്മാർ ഇങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്. നഹിമേ ശാന്തിരസ്തീഹ ശ്രുത്വാ ദേവവ്രതം ഹതം പിതരം ഭീമകർമാണം ഭീഷ്മം ആഹവശോഭിനം.
ആർത്തിം മേ ഹൃദയേ രൂഢാം മഹതീം പുത്രഹാനിജാം ത്വം ഹി മേ സർപ്പിഷേവാഗ്നിം ഉദ്ദീപയസി സഞ്ജയ നഹി മേ ശാന്തിരസ്തീഹ ശ്രുത്വാ ദേവവ്രതം ഹതം. ദേവവ്രതനായിരിക്കുന്ന ഭീഷ്മൻ താഴത്ത് വീണു എന്ന് കേട്ടപ്പോ എന്തായാലും സഞ്ജയ, എൻ്റെ മനസ്സിന് ശാന്തിയില്ലേ, സമാധാനമില്ലേ, മനസ്സ് പിടികിട്ടുന്നില്ല. അവിടെ വലിയ കോളിളക്കമാണ്. പിതരം ഭീമകർമാണം ഭീഷ്മമാഹവശോഭിനം. എത്ര ഭീഷ്മൻ ഭീമകർമാവാണ് അദ്ദേഹം. ആർത്തിം മേ ഹൃദയേ രൂഢാം മഹതീം പുത്രഹാനിജാം. ഇനി എൻ്റെ പുത്രന്മാർ മുഴുവനും മരിക്കുമല്ലോ എന്നുള്ളതാണ് എൻ്റെ വിചാരം. ആളിക്കത്തുകയാണ്. ആ ആളിക്കത്തുന്ന തീയിൽ നീ വർത്തമാനം പറഞ്ഞതുകൊണ്ട് ത്വം ഹി മേ സർപ്പിഷേവാഗ്നിം ഉദ്ദീപയസി സഞ്ജയ. അതിൽ നീ നെയ്യ് കോരി ഒഴിക്കുകയാണ് ഈ വാർത്ത കൊണ്ട് ചെയ്തിരിക്കുന്നത്. എന്തായാലും നടന്ന സംഭവമാണല്ലോ നീ പറയുന്നത്. ശോഷ്യാമി താനി ദുഃഖാനി ദുര്യോധന കൃതാന്യഹം തസ്മാൻ മേ സർവമാചക്ഷ്വ യദ്വൃത്തം തത്ര സഞ്ജയ. യദ്വൃത്തം തത്ര സംഗ്രാമേ മന്ദസ്യാ ബുദ്ധി സംഭവം അപനീതം സുനീതം യത് തന്മമാചക്ഷ്വ സഞ്ജയ. യത്കൃതം തത്ര സംഗ്രാമേ ഭീഷ്മേണ ജയമിച്ഛത ക്രമേണ യേന യസ്മിംശ്ച കാലേ യച്ഛ യഥാഭവത്. എന്തായാലും അച്ഛനായിട്ട് ജനിച്ചുവല്ലോ ഞാൻ ഈ ദുര്യോധനന്. ഇനിയും എൻ്റെ പ്രാണൻ പോയിട്ടില്ല, കുരുടനാണേനും. അതുകൊണ്ട് നീ എന്തൊക്കെ പറയാൻ പോണോ ഒക്കെ പറഞ്ഞോളൂ, ഞാൻ കേട്ടോളാം. ശോഷ്യാമിതാനി ദുഃഖാനി ദുര്യോധന കൃതാന്യഹം. എൻ്റെ ആ ദുർബുദ്ധി പരമദുഷ്ടൻ ദുര്യോധനൻ വരുത്തി തീർത്തിട്ടുള്ള ആപത്തുകളുണ്ടല്ലോ, അത് മുഴുവനും ഞാൻ കേൾക്കാം. അച്ഛനായി പോയില്ലോ, എനിക്ക് ജനിച്ചവനല്ലേ, എൻ്റെ മകനല്ല എന്ന് പറയാൻ പറ്റുമോ? തസ്മാൻ മേ സർവമാചക്ഷ്വ. അതുകൊണ്ട് നടന്നത് ഒന്നും പോകാതെ എല്ലാം എന്നെ പറഞ്ഞു കേൾപ്പിക്കൂ. യദ്വൃത്തം തത്ര സംഗാമേ മന്ദസ്യാ ബുദ്ധി സംഭവം. എൻ്റെ മന്ദബുദ്ധിയായിരിക്കുന്ന മകനുണ്ടല്ലോ, ആ മകൻ ആലോചിച്ചും ആലോചിക്കാതെയും അറിയാഞ്ഞിട്ടും അറിയാതെയും വരുത്തി തീർത്തുള്ള അപനീതം സുനീതം യത് ക്രമവും അക്രമവും എന്തെല്ലാം ഉണ്ടോ അത് മുഴുവനും പറഞ്ഞു തരൂ. യത്കൃതം തത്ര സംഗ്രാമേ ഭീഷ്മേണ ജയമിച്ഛത ക്രമേണ യേന യസ്മിംശ്ച കാലേ യച്ഛ യഥാഭവത്. ഇതിപ്പോ 10-ാം ദിവസം നടന്ന കാര്യമാണ് പറയുന്നത്. ഈ 10 ദിവസം 9 ദിവസം കഴിഞ്ഞിട്ടുള്ളതാണ്. അപ്പൊ ആദ്യം മുതൽക്ക് 1 മുതൽക്ക് ആ ദിവസങ്ങളിൽ എന്തൊക്കെ നടന്നു അത് മുഴുവനും മുറയ്ക്ക് ക്രമപ്രകാരം എന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരൂ. ഇതിപ്പോ 10-ാം ദിവസം ഓടി വന്ന് എന്നോട് പറയുന്ന 10-ാം ദിവസ സംഭവമാണല്ലോ ഇത്. അപ്പൊ 1-ാം ദിവസം മുതൽക്ക് ഈ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് അവിടെ എന്തോ അതൊക്കെ പറഞ്ഞു എന്ന് പറഞ്ഞ് സഞ്ജയൻ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ അവിടെ നിർത്തി ചോദിക്കുകയാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. ധർമ്മത്തിന് നിദാനമായിരിക്കുന്ന കുരുക്ഷേത്രത്തിലാണ് 2 പേരും വന്ന് കൂടിയിരിക്കുന്നത്. ആ 2 പേരും വന്ന് കൂടിയപ്പോ ധർമ്മത്തിന്റെ സ്വാധീനം അവരിൽ നടന്നു കാണും. ആ ധർമ്മസ്വാധീനത്തിന് വിധേയമായി എൻ്റെ മക്കൾ എന്തെങ്കിലും പ്രവർത്തിച്ചോ, അല്ല പാണ്ഡവന്മാരെന്തെങ്കിലും ചെയ്തുവോ? നീ ഇപ്പൊ പറഞ്ഞത് യുദ്ധവൃത്താന്തമാണ്. എനിക്ക് യുദ്ധവൃത്താന്തമല്ല ഇപ്പൊ കേൾക്കേണ്ടത്. യുദ്ധവൃത്താന്തം കേൾക്കാനുള്ള ശക്തി എനിക്കില്ല. ഇപ്പൊ കേട്ടത് കൊണ്ട് തന്നെ ഞാൻ ദുർബലനായി കഴിഞ്ഞു. ഈ 10 ദിവസമായി അവിടെ നടന്നത് പൂജയൊന്നുമല്ല, യാഗമൊന്നുമല്ല, അവിടെ യുദ്ധം തന്നെയാണ് നടന്നത്. അനവധി പേർ മരിച്ചിട്ടുണ്ടാവും, പല നീക്കങ്ങളും ഉണ്ടായി കാണും. അതിനൊക്കെ മുമ്പ് എനിക്ക് അറിയാനുള്ളത്, ഈ ഭീഷ്മരെ ഇങ്ങനെ തട്ടിയിടാൻ അവരുടെ മനസ്സിൽ തോന്നുമ്പോൾ പാണ്ഡവന്മാര് ധർമ്മബുദ്ധികളാണ്. ഒരു മുത്തശ്ശനെ ഇങ്ങനെ തട്ടിയിടാൻ പുറപ്പെടുമ്പോ അവരുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു വിഷമം ഈ കാര്യത്തിനെ കുറിച്ച് ഉണ്ടാവും. ഉണ്ടെങ്കിൽ തന്നെ ധർമ്മക്ഷേത്രത്തിൽ വന്ന് നിന്നപ്പോ ആ വിചാരം കുറച്ചും കൂടിയും കൂടിയിട്ടുണ്ടാവും. അതുകൊണ്ട് ഈ പിതാമഹനോടും ബാക്കിയുള്ളവരോടും പൊരുതാൻ എങ്ങനെ സാധിക്കും എന്നൊരു സംശയം, ഒരു ധർമ്മസങ്കടം അവർക്ക് വന്നിട്ടുണ്ടാവാം. അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ അവർ ആ വർത്തമാനം ഉണർത്തിച്ചുവോ, ഉണർത്തിക്കാൻ പറ്റിയവർ വല്ലവരും ഉണ്ടോ എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് മനസ്സിലാവണു, കൃഷ്ണൻ ഞാൻ യുദ്ധത്തിൽ നേരിട്ട് പടപൊരുതില്ല, നേരെ മറിച്ച് ഞാൻ തേരാളിയായിരിക്കാം എന്ന് പറഞ്ഞ് കുതിരയുടെ കടിഞ്ഞാണും പിടിച്ച് പാർത്ഥന്റെ മുമ്പിൽ കൂടെ ഇരിക്കുന്നുണ്ട്. ആ കൃഷ്ണൻ സങ്കടം ഉണർത്തിക്കാൻ പറ്റിയ ഒരാളാണ്.
അപ്പൊ യുദ്ധം തുടങ്ങുന്നതിന് മുൻപ് ഈ ധർമ്മക്ഷേത്രത്തിൽ എന്തെങ്കിലും ധർമ്മവൃത്താന്തമോ ധർമ്മ ജിജ്ഞാസയോ വല്ല അന്വേഷണമോ മറുപടിയോ ഉണ്ടായോ? ആ വർത്തമാനം മുതൽക്ക് എനിക്ക് ആദ്യമേ പറഞ്ഞു തരൂ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? യുദ്ധവൃത്താന്തം അവിടെ നിൽക്കട്ടെ, ധർമ്മവൃത്താന്തം വല്ലതും അവിടെ നടന്നോ? ധർമ്മഭൂമിയാണല്ലോ. അതുകൊണ്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് വലിയ ഒരു കടുങ്കൈയാണ്, ദുരിതമാണ്, അക്രമമാണ് എന്ന് അവർക്ക് മനസ്സിലായി കാണും. അപ്പൊ ഇങ്ങനെ ഭീഷ്മരോട് പടപൊരുതാൻ അവരുടെ മനസ്സ് സമ്മതിച്ചിട്ടുണ്ടാവില്ല. എന്നാൽ നിർബന്ധത്തിന്റെ പേരിൽ ചെയ്യാണ്. അപ്പൊ അവരുടെ മനസ്സിന് വല്ല കലക്കമോ സംശയമോ ചോദ്യമോ ഉത്തരവോ ഒക്കെ ഉണ്ടായിരുന്നോ? ഉണ്ടെങ്കിൽ അത് ആരുന്നയിച്ചു? ആരോട് ഉന്നയിച്ചു? അതിന് എന്താണ് മറുപടി പറഞ്ഞത്? ആദ്യമായി അവർ യുദ്ധത്തിന് പുറപ്പെട്ടത് എന്താ? ആദ്യത്തെ നീക്കം ആരുടെ ഭാഗത്തു നിന്നുണ്ടായി? ദുര്യോധനൻ എന്തെങ്കിലും ചെയ്തുവോ? അർജുനൻ എന്തെങ്കിലും ചെയ്തുവോ? ആ ചെയ്തത് എവിടം വരെ എത്തി? അത് ധാർമ്മിക പ്രശ്നമായി രൂപപ്പെട്ടുവോ? വല്ല അന്വേഷണങ്ങൾ ഉണ്ടായോ? ഇതൊക്കെ ഒന്ന് പറഞ്ഞു തരൂ, എന്നിട്ടാവാം ബാക്കിയുള്ള യുദ്ധവൃത്താന്തം. ഇതാണ് ആദ്യത്തെ ശ്ലോകത്തിന്റെ പ്രസക്തി. മനസ്സിലായോ? ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. എവിടെ പോയി കാര്യങ്ങള്? നിങ്ങളുടെയൊക്കെ പൂർവീകന്മാര് ജീവിച്ച ഈ പുണ്യഭൂമിയിൽ നിങ്ങളുടെ പൂർവീകന്മാര് തമ്മിൽ നടന്നതാണ് മഹാഭാരത യുദ്ധം. ആ യുദ്ധത്തിൽ എന്തെല്ലാം പ്രഹേളികകൾ ഉണ്ടായി, പ്രത്യാഘാതങ്ങൾ ഉണ്ടായി, എന്തെല്ലാം വിഷമങ്ങൾ നേരിട്ടു. ആ വിഷമങ്ങൾക്ക് മുൻപ് മാർഗദർശനം നൽകാനായി എന്തവിടെ നടന്നു എന്നുള്ള ധർമ്മവൃത്താന്തം അറിയിപ്പിക്കൂ എന്നുള്ള ഒരു ചോദ്യമാണിത്, ഈ ചോദ്യത്തിൽ. അല്ലാണ്ട് യുദ്ധം നടന്നോ നടന്നില്ലേ, ആരെങ്കിലും ഉപേക്ഷിച്ചോ എന്നൊന്നുമല്ല. മുത്തശ്ശനെ നേരിട്ട് തട്ടി താഴത്തിടാൻ സാധാരണ മനുഷ്യ മനസ്സ് സമ്മതിക്കില്ല. അപ്പൊ അസാധാരണമായ ഒരു മനസ്സും അറിവും വിവേകവും ഒക്കെ അവിടെ ഉണ്ടായി കാണും. അങ്ങനെ വല്ല ധർമ്മോപദേശം നടന്നിട്ടുണ്ടെങ്കിൽ അത് പറഞ്ഞു തരൂ. അത് കേട്ട് കഴിഞ്ഞാൽ എനിക്കും അതേമാതിരി ഒരു ധൈര്യവും ഒരു സമാധാനവും ഉണ്ടാവുമല്ലോ, ഇനി അവിടുന്ന് അങ്ങോട്ട് പറയാൻ പോകുന്ന ചരിത്രം കേൾക്കാൻ എന്ന് പറഞ്ഞ് പിടിച്ചു നിർത്തി ചോദിച്ച ചോദ്യമാണ്. ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുയുത്സവഃ മാമകാഃ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. എന്താ, ശരിയായോ? ഇതാണ് ഭാരതം. നിങ്ങൾ ഒന്ന് കണ്ടിട്ടും കുലുങ്ങരുത്. ചിലപ്പോ പെറ്റ മക്കൾ അങ്ങനെയാവും, ദുര്യോധനന്മാരാവും. ഭീഷ്മരായിട്ടിരുന്നോളൂ, വേറെ ഒരു വഴിയില്ല. അപ്പൊ സഞ്ജയൻ തുടരുന്നു. ദൃഷ്ട്വാതു പാണ്ഡവാനേകം വ്യൂഢം ദുര്യോധനസ്തദാ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. ഇരു കൂട്ടരുടെ സൈന്യവും വന്ന് സന്നിഹിതരായിട്ടുണ്ട്. എവിടെ? കുരുക്ഷേത്രത്തിൽ. എല്ലാം സജ്ജമായി കഴിഞ്ഞു. എന്നാൽ പിന്നെ എന്താ ചെയ്യുക? യുദ്ധം അങ്ങോട്ട് തുടങ്ങും. യുദ്ധം തുടങ്ങുക എന്ന് പറഞ്ഞാൽ തുടങ്ങുന്നതിന് ചില ക്രമങ്ങളൊക്കെ ഉണ്ട്. ആരെങ്കിലും ഒരാൾ ആ യുദ്ധകാഹളം ഏതെങ്കിലും ഒരു ഭാഗത്തുനിന്ന് പുറപ്പെടണം. അത് പുറപ്പെടുക എന്ന് പറഞ്ഞാൽ വളരെ നിർണായകമായ ഘട്ടമാണ്. അത് പ്രത്യേകിച്ചും സാധാരണ ജനങ്ങളൊക്കെ തയ്യാറെടുത്ത് വന്ന് അതേമാതിരി ഒരു പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യുക, ആസൂത്രണം ചെയ്തത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. എന്നാൽ ഈ ധർമ്മക്ഷേത്രത്തിൽ അത് നടക്കില്ല. എന്താ കാരണം? വെറും ഒരു യുദ്ധഭൂമി അല്ലാതെ ആ യുദ്ധഭൂമിക്ക് ധാർമ്മികമായിരിക്കുന്ന തരംഗങ്ങളും സ്വാധീനങ്ങളും സ്പന്ദനങ്ങളും കണ്ടമാനമുണ്ട്. ഇരുകൂട്ടരുടെയും പൂർവജനാണ് കുരു. അദ്ദേഹം തപസ് ചെയ്ത ദീർഘകാല തപസ്സിന്റെ സ്വാധീനം ഇപ്പോഴും അവിടെ പ്രസരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്തൊക്കെ ഉദ്ദേശിച്ച് നമ്മൾ വന്നാലും ആ ഉദ്ദേശം അതേമാതിരി ആയിക്കോളണം എന്നില്ല. അതിനെ ഇടപെടുത്തിക്കൊണ്ട് അതിൽ ഇടപെട്ടുകൊണ്ട് ധർമ്മത്തിൻ്റെതായ ഒരു സ്വാധീനം അവിടെ ഉണ്ടാവണം. ആ സ്വാധീനമടക്കം ഇവിടെ വിവരിച്ചു കൊടുക്കണം. ആര്? സഞ്ജയൻ. ദൃഷ്ട്വാതു പാണ്ഡവാനേകം. പാണ്ഡവന്മാരുടെ സേനയെ കണ്ടു അത്രേ. ആര്? രാജാ, ദുര്യോധന രാജാവ്. നമ്മളിവിടെ മനസ്സിലാക്കിയത് എന്താ? ജംബൂദ്വീപത്തിൽ എവിടെയെല്ലാം സൂര്യരശ്മി പതിക്കുന്നുണ്ടോ ആ രാജ്യങ്ങളിൽ നിന്നെല്ലാം ഹിമാലയത്തിന് അപ്പുറത്തു നിന്നും കൂടിയും ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ചൈനക്കാരെത്തിയിട്ടുണ്ട്, യമനക്കാരെത്തിയിട്ടുണ്ട്, പല സ്ഥലത്തിൽ നിന്നുമുള്ള ആൾക്കാർ അവിടെ വന്നിട്ടുണ്ട്.
തൻ്റെ ഭാഗത്താണെങ്കിൽ 11 അക്ഷൗഹിണി സേനയാണ്, അപ്പുറത്തോ 7 അക്ഷൗഹിണിയേ ഉള്ളു താനും. ഇവർ രണ്ടുപേരും സൈന്യശേഖരം നടത്തുന്ന സമയത്ത് രണ്ടുപേർക്ക് 2 തരത്തിലുള്ള സ്ഥാനമാണ്. ദുര്യോധനന്റെ കയ്യിൽ ഹസ്തിനപുരം രാജധാനി മുഴുവനുമുണ്ട്. ആ രാജധാനിയോടുകൂടി ചേരുന്ന സ്വാധീനങ്ങൾ അത്രയും ദുര്യോധനുണ്ട്. ആ എല്ലാ പ്രഭാവത്തോടും പ്രൗഢിയോടും കൂടിയിട്ടാണ് തൻ്റെ പക്ഷത്തിൽ നിൽക്കുന്നവരെ ശേഖരിക്കാനും തേടിപ്പിടിക്കാനും പോയത്. മറുഭാഗത്തോ 13 കൊല്ലം നാട് കടത്തി വനവാസവും അജ്ഞാതവാസവും കഴിഞ്ഞ് മടങ്ങി വന്നിട്ടുണ്ട്. അവർക്ക് ഇരിക്കാൻ പോലും സൗകര്യത്തിലൊരു സ്ഥാനമില്ല. രാജപ്രൗഢികളോ പ്രതാപങ്ങളോ അതിനുവേണ്ട ഭൃത്യവർഗങ്ങളോ സേനാവിഭാഗമോ ഒന്നുമില്ലാത്തവരാണ്. ഇവർ രണ്ടുപേരും തന്നെ പോയി തൻ്റെ പക്ഷത്തിലുള്ളവരെ തേടിപ്പിടിച്ച് സമാഹരിക്കാൻ പോയവരാണ്. എന്നിട്ട് 7 അക്ഷൗഹിണി സേന യുധിഷ്ഠിരന് കിട്ടിയില്ലോ എന്ന് വിചാരിച്ച് ധൃതരാഷ്ട്രന്റെ മനസ്സിന് വലിയ ഒരു അത്ഭുതം തോന്നിയത്രേ. അവരുടെ കയ്യിൽ ഒരു സൗകര്യവുമില്ല, പ്രതാപവുമില്ല, തെണ്ടിത്തിരിഞ്ഞ് വന്ന കൂട്ടരാണ്. എന്നിട്ട് അവർക്ക് 7 അക്ഷൗഹിണി സേന എങ്ങനെ ഉണ്ടായിയപ്പാ? അയ്യോ, നമ്മൾ ഇത്രയെല്ലാം പ്രതാപം കയ്യിൽ വെച്ച് ഒരുക്കു കൂട്ടിയിട്ട് നമുക്ക് കിട്ടിയത് 11 ആണെങ്കിൽ ഞാൻ വിചാരിച്ചു അവർക്ക് എങ്ങാണ്ടൊരു അരയോ 1 കിട്ടുന്നു. 7 എന്ന് കേൾക്കുമ്പോൾ തന്നെ ധൃതരാഷ്ട്രന്റെ മനസ്സ് കുലുങ്ങിയത്രേ. അത് ആ ധർമ്മക്ഷേത്രത്തിൻ്റെ സ്വാധീനമാണ്. അവരവിടെ വന്നുവല്ലോ, അവിടെയാണല്ലോ യുദ്ധത്തിന് പുറപ്പെട്ടെ. അപ്പോൾ യുദ്ധത്തിന് പുറപ്പെട്ടപ്പോൾ ദൃശ്യമായിട്ടുള്ള നിങ്ങളുടെ ഒരുക്കങ്ങളും സന്നാഹങ്ങളും എല്ലാം ഒരു ഭാഗത്ത്, അദൃശ്യശക്തിയുടെ പ്രഭാവം ഒന്ന് വേറെ. കൃഷ്ണൻ ജനിക്കാൻ പോണു എന്ന് മുൻകൂട്ടി തന്നെ പറഞ്ഞു കംസനോട്. വെറുതെ മുൻകൂട്ടി പറഞ്ഞതാണോ? 8ാമത്തെ കുട്ടിയായിട്ട് ഞാൻ ജനിക്കും എന്ന് പറഞ്ഞപ്പോൾ 7 ഗർഭകാലം ഒക്കെ കഴിയണം അവിടെ. അതിനുശേഷം ജനിക്കാൻ പോകുന്ന കുട്ടി എന്ന് പറഞ്ഞപ്പോൾ കംസന്റെ കയ്യിൽ വലിയ ഒരു കയറാൻ കൊടുത്തത്. എത്രയൊക്കെ ഉണ്ടെങ്കിൽ വീശി പിടിച്ചോളൂ, ഈ കുട്ടിയുടെ ജന്മം തടയാൻ പരിശ്രമിച്ചോളൂ. മനുഷ്യന് പല വിധത്തിലുള്ള ശക്തിയുണ്ട്. ഇച്ഛാശക്തിയുണ്ട്, ചിന്താശക്തിയുണ്ട്, സ്വാതന്ത്ര്യമുണ്ട്, ആലോചിക്കാൻ ബുദ്ധിയുണ്ട്, ഇതൊക്കെയുണ്ട്. എന്നാലും ഇത് മുഴുവനും നമുക്ക് പ്രകൃതിയുടെ അടുത്ത് നിന്ന് കിട്ടിയതാണ്. ആ പ്രകൃതി അനന്തമാണ്. ആ അനന്ത പ്രകൃതിയുടെ അധ്യക്ഷ സ്ഥാനമാണ് ഈശ്വരന്. അപ്പം ഈശ്വരന്റെ ബുദ്ധിയോടുകൂടി തട്ടിച്ചു നോക്കുമ്പോൾ മനുഷ്യബുദ്ധി തുലവും നിസ്സാരമാണ്. അപ്പം ആരും വിചാരിക്കേണ്ട ഈശ്വരേച്ഛയെ നമുക്ക് കവച്ചു വയ്ക്കാൻ സാധിക്കുമെന്ന്. ഇതെല്ലാവർക്കും അറിയാൻ വേണ്ടി ഞാനിതാ മുൻകൂട്ടി പറയുന്നു. കൊല്ലങ്ങൾക്ക് ശേഷം ജനിക്കാൻ പോണു നിന്റെ സഹോദരിക്ക് 8ാമത്തെ കുട്ടിയായി. ഇനി എന്തെല്ലാം തൻ്റെ ചെപ്പിലുണ്ടോ അത് മുഴുവനും അഴിച്ചു വിട്ട് തടയാൻ നോക്കിക്കോളൂ എന്ന് പറഞ്ഞു. എന്നിട്ട് കംസൻ ജയിച്ചുവോ? ജയിച്ചില്ല. എന്നിട്ടാണോ ധർമ്മക്ഷേത്രത്തിൽ ജയിക്കാൻ പോണത്? ആര്? ദുര്യോധനൻ. ദൃഷ്ട്വാതു പാണ്ഡവാനീകം വ്യൂഢം ദുര്യോധനസ്തദാ. ആ 7 അക്ഷൗഹിണി സേന തൻ്റെ സൈന്യത്തിൻ്റെ 1/3 ഉള്ളൂ എന്ന് പറയാൻ വേണമെങ്കിൽ അതിലും കുറവാ. ആ സൈന്യം അവിടെ ഞങ്ങൾ ഭംഗിയായിട്ട് വ്യൂഹം ചെയ്തിരിക്കുക. ആ വ്യൂഹം ചെയ്ത പാണ്ഡവസേനയെ കണ്ടപ്പോൾ ആചാര്യമുപസംഗമ്യ രാജാ വചനമബ്രവീത്. അത് കണ്ടപ്പോൾ ദുര്യോധനന് പരിഭ്രമവും ഭയവും ആശങ്കയും സഹിക്കുവയ്യ. അപ്പൊ തനിക്ക് സഹിക്കുവയ്യ എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? ഈ മാതിരി ഒരു യുദ്ധത്തിൽ, നിർണായകമായ അഭൂതപൂർവമായ യുദ്ധത്തിൽ ഉടനെ ആചാര്യൻ്റെ അടുത്ത് ചെന്നു. അത് നിനക്കടൊന്നുമില്ല. ഇവിടെ ഇപ്പം നടക്കാൻ പോണത് എന്താ? ആചാര്യമുപസംഗമ്യ അവിടെ അടുത്ത് ചെന്നു. എന്നിട്ട് സംസാരിക്കുന്നത് ആരാ? ദുര്യോധനൻ പറഞ്ഞു എന്നല്ല പറയണത്, അങ്ങയുടെ പുത്രൻ പറഞ്ഞു എന്നല്ല. രാജാവചനമബ്രവീത്. ഞാൻ മഹാരാജാവാണ്, അങ്ങ് എൻ്റെ ആചാര്യനാണെങ്കിലും രാജസ്ഥാനം എനിക്കാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയുന്ന വാക്കുകൾ ശ്രദ്ധയോടുകൂടി കേൾക്കണം. ഒരു ആജ്ഞയെപ്പോലെ കണക്കാക്കി വേണം പെരുമാറാൻ. ആ പഴയ ശിഷ്യൻ എന്നുള്ള നിലയ്ക്കല്ല ഞാനിവിടെ വന്നിരിക്കുന്നത്. 11 അക്ഷൗഹിണി സേനയുടെ ചുക്കാൻ പിടിക്കുന്ന മഹാരാജാവ് എന്നുള്ള നിലയ്ക്കാണ് വന്നിരിക്കുന്നത് എന്ന് പറഞ്ഞ് ആചാര്യൻ്റെ അടുത്ത് പോയി പറഞ്ഞു. അത്രേ. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇതാണ് ധർമ്മക്ഷേത്രത്തിൻ്റെ സ്വാധീനം. അങ്ങനെയാണോ ഒരാൾ പെരുമാറുക ഒരു ഗുരുനാഥന്റെ മുൻപിൽ? പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമതാ. പശ്യൈതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം. ആചാര്യനോട് പറയാണ്, ഹേ ആചാര്യ, ആ പറയുന്ന വാക്കുകൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാ? പാണ്ഡുപുത്രാണാം ആചാര്യ. എനിക്കിപ്പോഴും എൻ്റെ മനസ്സിൽ തോന്നുന്നത് അങ്ങയുടെ മനസ്സിൻ്റെ ഉള്ളിൽ പാണ്ഡവന്മാർ മാത്രമേ ശിഷ്യന്മാരുള്ളൂ എന്നാ.
പാണ്ഡുപുത്രാണാം ആചാര്യ, ഞങ്ങളെയൊക്കെ ഒരുമിച്ചാണ് പഠിപ്പിച്ചിരിക്കുന്നത്. അപ്പൊ എല്ലാവരും സഹശിഷ്യന്മാരാ, ഒരേപോലെയുള്ള ശിഷ്യന്മാരാ, ശിഷ്യ സഹോദരന്മാരാണ്. പക്ഷെ അങ്ങക്ക് എപ്പോഴും അവരോടൊരു പക്ഷഭേദമുണ്ടോ എന്ന് എനിക്ക് തോന്നിപ്പോണു. വാസ്തവത്തിൽ അങ്ങനെയല്ല. പാണ്ഡുപുത്രാണാം മഹതീം ചമൂം എന്ന് വ്യാഖ്യാനിക്കാം. പക്ഷെ പറയുന്നിടത്ത് അങ്ങനെ സ്ഫുരിക്കുക. ഏതാം പാണ്ഡുപുത്രാണാം ആചാര്യ മഹതീം ചമൂം. 7 അക്ഷൗഹിണി സേന, തൻ്റെ സൈന്യത്തിനേക്കാൾ വളരെ കുറവ്. ആ ഒരു സേനയെ നോക്കിയിട്ട് അദ്ദേഹത്തിന് എന്തുകൊണ്ടാണ് ഈ തോന്നിയത്? മഹതീം ചമൂം, മഹത്തായ സേന എന്ന് ദുര്യോധനന് തോന്നേണ്ട കാര്യം എന്താ? സംഖ്യാബലമാണല്ലോ പ്രമാണം. ഇനി സംഖ്യ വിട്ടാൽ ശ്രേഷ്ഠന്മാരുണ്ടാവണം. അവരാരൊക്കെയാ? തന്നെ സംരക്ഷിക്കാൻ മുമ്പ് പറഞ്ഞുവല്ലോ, ഭീഷ്മനുണ്ട്, ദ്രോണനുണ്ട്, കൃപാചാര്യനുണ്ട്, ശല്യനുണ്ട്, കർണനുമുണ്ട്. ഈ 5 പേരും തികഞ്ഞ യോദ്ധാക്കന്മാരാണ്. അവരെ തടുത്തു നിർത്താൻ ലോകത്തിൽ ഒരാളുമില്ല. പോരാത്തതിനവിടെ 7 അക്ഷൗഹിണിയെ ഉള്ളുതാനും. അങ്ങനെ 7 അക്ഷൗഹിണിയുള്ള ഒരു സേനയെ നോക്കിയിട്ട് മഹതീം ചമൂം എന്നിങ്ങനെ വിവരിക്കണോ? കേൾക്കുന്നുണ്ടോ? നിങ്ങൾ മനസ്സിലാവുന്നുണ്ടോ? ഇതാണ് ധർമ്മക്ഷേത്രേ കുരുക്ഷേത്രേ സമവേദായുത്സവ മാമകാ പാണ്ഡവാശ്ചൈവ കിമകുർവത സഞ്ജയ. അങ്ങ് എന്നോട് ചോദിച്ചത് എന്താ? എൻ്റെ പുത്രന്മാരും പാണ്ഡുപുത്രന്മാരും എന്താ ചെയ്തതെന്ന്. അങ്ങയുടെ പുത്രൻ ചെയ്ത വർത്തമാനമാണ് ഞാൻ ആദ്യം വിവരിക്കുന്നത്. അവൻ തന്നെയാ എപ്പോഴും ചാടി പുറപ്പെടുന്നത്. ആ ചാടി പുറപ്പെട്ടിട്ട് ചെയ്തത് എന്താ? ധർമ്മക്ഷേത്രത്തിലെത്തി എന്തൊക്കെ സന്നാഹങ്ങൾ ഉണ്ടെങ്കിലും, തൻ്റെ ഭാഗത്ത് അജയ്യരായിരിക്കുന്ന സേനാധിപന്മാരുണ്ടെങ്കിലും ചെയ്യുന്നതൊക്കെ കുരുത്തക്കേടാ അങ്ങയുടെ മകൻ. കേട്ടോളൂ എന്താ ചെയ്തതെന്ന്. ആചാര്യൻ്റെ അടുത്ത് ചെന്ന് പറയാണ്, മഹതീം ചമൂം പശ്യ. എന്താ? ദ്രോണന് കണ്ടില്ലേയിരിക്കും? പാണ്ഡവന്മാരുടെ അതിമഹത്തായ സേനയെ നല്ല പോലെ നോക്കി കണ്ടോളൂ. അങ്ങ് നമ്മുടെ സൈന്യത്തിലാണ് നിൽക്കുന്നത് എന്നിരിക്കട്ടെ, എൻ്റെ കണ്ണുകൊണ്ട് നോക്കുമ്പോൾ പാണ്ഡവസേന അതിമഹത്താണ്, അത്യുജ്വലമാണ്, അതിപ്രബലമാണ്, അജയ്യമാണെന്നാ തോന്നുന്നത്. അതുകൊണ്ട് അങ്ങ് എന്ത് വേണം? കരുതലോടുകൂടിയിരിക്കണം. ഈ സേനയെ വ്യൂഹം ചെയ്തിരിക്കുന്നത് ആരാ? വജ്രവ്യൂഹത്തിലാണ് അന്ന് പാണ്ഡവസേന നിൽക്കുന്നത്. ഈ വജ്രവ്യൂഹം ചമച്ചത് ആരാ? സേനാധിപനാണ്. ആ സേനാധിപൻ ദ്രുപദൻ. വ്യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. അങ്ങയുടെ ശിഷ്യനാണ് ആര്? ദ്രുപദപുത്രൻ ദൃഷ്ടദ്യുമ്നൻ. ആ ദൃഷ്ടദ്യുമ്നനെ സേനാധിപനാക്കാൻ കാരണം എന്താ? ഇപ്പുറത്ത് ഭീഷ്മനാണ് സേനാധിപൻ എന്ന് മനസ്സിലായി ആർക്ക്? യുധിഷ്ഠിരനും കൂട്ടർക്കും. എന്നിട്ട് അദ്ദേഹം ആലോചിച്ച് തീരുമാനിച്ചതാണ് ദൃഷ്ടദ്യുമ്നനാകണം നമ്മുടെ സേനാധിപൻ. അവിടെ വേറെ ആൾക്കാരുണ്ടല്ലോ, എല്ലാവരും ഉണ്ടല്ലോ. എന്നാലും ഈ ദൃഷ്ടദ്യുമ്നനെ കൊണ്ട് ആക്കാൻ എന്താ കാരണം? 2 കാരണമാണ്. ഒരു കാരണം, സേനയെ വ്യൂഹം ചെയ്യാനായിട്ട് 2 പേരേ ഉള്ളൂ. ഒന്ന് ദൃഷ്ടദ്യുമ്നനാ. അത് വേണ്ടതുപോലെ മനസ്സിലാക്കി അത് കവച്ചു വയ്ക്കാനോ പ്രതിരോധം വർദ്ധിപ്പിക്കാനോ ത്രാണി ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അത് ദ്രോണന് മാത്രമേ ഉള്ളൂ. ആ ദ്രോണൻ ഉള്ളത് മുഴുവൻ പറഞ്ഞു കൊടുത്തിട്ടുമുണ്ട്. ആർക്ക്? ദ്രുപദപുത്രന്. അപ്പൊ കയ്യിലുള്ള ചെപ്പടി വിദ്യ മുഴുവൻ അദ്ദേഹത്തിന് പറഞ്ഞു കൊടുത്തില്ലേ അങ്ങ്? തവ ശിഷ്യേണ ധീമത. നല്ല ബുദ്ധിശാലിയാ അദ്ദേഹം. ചമച്ചിട്ടുള്ളതാണ് വജ്രവ്യൂഹം. ഇനി എന്തൊക്കെ വ്യൂഹങ്ങളാ അങ്ങയുടെ ശിഷ്യൻ ചമയ്ക്കാൻ പോണേന്ന് അറിയില്ല. ബുദ്ധിപ്രഭാവത്തിൽ അദ്ദേഹത്തോട് വെല്ലുവിളിക്കാൻ എൻ്റെ പക്ഷത്തിൽ ആരുമില്ല. അങ്ങത് നല്ല പോലെ മനസ്സിലാക്കണം. എന്തൊക്കെയാ ദൃഷ്ടദ്യുമ്നൻ അങ്ങ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്? ആ ശിഷ്യൻ എങ്ങനെയൊക്കെയാണ് വ്യൂഹം ചെയ്യാൻ പോകുന്നത്? അതിന് തക്ക പ്രതിരോധം ചമയ്ക്കാൻ ഞാൻ തയ്യാറാവണ്ടേ? അതിനെ കവച്ചു വയ്ക്കാനും ആക്രമിക്കാനുമുള്ള വിദ്യകളും പ്രയോഗങ്ങളുമെല്ലാം വേണമല്ലോ. ഇതൊക്കെ നല്ലപോലെ നോക്കി കണ്ടോളൂ. തവ ശിഷ്യേണ ധീമത. ദ്രുപദന്റെ പുത്രൻ. ദ്രുപദനും ദ്രോണനുമായി ഒരു പിണക്കമുണ്ടായി. അവര് സഹപാഠികളായിരുന്നു. അപ്പൊ സഹപാഠികളായിരിക്കുമ്പോൾ അന്യോന്യം സൗഹൃദം, സഹൃദയത്വത്തിൽ പലതും പറയുമല്ലോ. അങ്ങനെ പലതും പറഞ്ഞതാണ്. ഞാൻ രാജാവാകുന്ന സമയത്ത് അദ്ദേഹത്തിന് എന്ത് വേണമെങ്കിൽ എൻ്റെ രാജ്യത്തിൻ്റെ പകുതി പോലും തരാം എന്നൊക്കെ പറഞ്ഞു. അവസാനം കഷ്ടപ്പെടുന്ന കാലത്ത് അശ്വത്ഥാമാവിന് പാല് കഴിക്കാൻ ഇല്ലാതെ ഞാൻ മുമ്പ് പറഞ്ഞു. എന്ത്? പാല് കഴിക്കാനില്ല. കുട്ടികളെല്ലാവരും കൂടി കളിയാക്കി. ആ കളിയാക്കിയത് മാത്രം പോരാന്ന് പറഞ്ഞ അരിമാവ് കലക്കി കൊടുത്തു. എന്നിട്ട് അരിമാവ് കലക്കി കൊടുത്തപ്പോൾ പാലാണെന്ന് വിചാരിച്ചു കുടിച്ച് ഈ കുട്ടി തുള്ളിച്ചാടാൻ തുടങ്ങി. അപ്പൊ പരിഹസിക്കുകയും ചെയ്തു. സഹിക്ക് വയ്യാതെയാണ് ദ്രുപദന്റെ അടുത്ത് ചെന്ന് എന്നെ കുറച്ച് സഹായിക്കണം എന്ന് പറഞ്ഞപ്പോൾ എന്ത് സഹായം?
നമ്മൾ പഴയ കാലത്ത് സഹപാഠികളായിരുന്നിരിക്കാം. അപ്പോഴത്തെ സമയമൊക്കെ മാറി. ഞാനിപ്പോൾ സിംഹാസനത്തിലിരിക്കുകയാണ്. അങ്ങ് കയ്യിൽ കാശില്ലാത്തൊരു ബ്രാഹ്മണന എൻ്റെ സഹപാഠിത്വം അവകാശപ്പെട്ടു വന്നാൽ എങ്ങനെയാ ശരിയാ? സുഹൃത്തുക്കൾ എപ്പോഴും തുല്യപ്രഭാവമോ തുല്യസ്ഥാനങ്ങളോ ഉള്ളവളാവണം എന്നൊക്കെ പറഞ്ഞ് അയച്ചു. ആ കാലങ്ങളൊക്കെ കഴിഞ്ഞു. അവസാനമാണ് ദ്രോണൻ പാണ്ഡവന്മാരെ പഠിപ്പിച്ചത്. പഠിപ്പിച്ചതിന് ശേഷം എന്തുണ്ടായി? ഗുരുദക്ഷിണ ചോദിച്ചു. ആ ഗുരുദക്ഷിണ എന്തു വേണം? അർജുന, ദ്രുപദനെ പോയി ആക്രമിച്ച് കീഴടക്കി കെട്ടി എൻ്റെ മുൻപിൽ കൊണ്ടുവരണം എന്ന് പറഞ്ഞു. കൊണ്ടുവന്നു. എന്നിട്ട് ദ്രോണൻ ചോദിച്ചു. അതിനുശേഷം എല്ലാം കഴിഞ്ഞ് രാജ്യമൊക്കെ കൊടുത്ത് അങ്ങനെ ഇരിക്കുക. ദ്രുപദന്റെ മനസ്സിലുള്ള ആ വ്രണം ഉണങ്ങണില്ല. അങ്ങനെ തപസ് ചെയ്ത് ജനിച്ചിട്ടുള്ള ആളാണ് ആരെ? ഈ ദൃഷ്ടദ്യുമ്നൻ. എന്താ ഉദ്ദേശം? ദ്രോണനെ കൊല്ലണം. ഈ യുദ്ധം ഞാൻ പല വിധത്തിലും ജയിക്കാം എന്നെനിക്ക് അഭിപ്രായമുണ്ട്. പക്ഷെ ഒരൊറ്റ കാര്യം ചോദിക്കുമ്പോൾ ഞാൻ തളർന്നു പോണു എൻ്റെ ആചാര്യ. അങ്ങയെ കൊല്ലാൻ വേണ്ടി സ്പെഷ്യലായിട്ട് ജനിച്ചതാണ് അച്ഛനെ കുട്ടിയായിട്ട് ആര്? ഈ ദൃഷ്ടദ്യുമ്നൻ. ആ ദൃഷ്ടദ്യുമ്നനെ അവർ സൈന്യ തലവനാക്കി വെച്ചിട്ടുമുണ്ട്. വ്യൂഹം ചെയ്യാൻ അതിസമർത്ഥനുമാണ്. അദ്ദേഹത്തിൻ്റെ ജന്മോദ്ദേശം ഇതുമാണ്. അതുകൊണ്ട് അതിബുദ്ധിമാനായ ദൃഷ്ടദ്യുമ്നനാണ് അപ്പുറത്ത് എന്ന് നല്ല പോലെ മനസ്സിലാക്കി എന്തു വേണോ ചെയ്തോളൂ എന്നൊക്കെയാണ് പറയണത്. യൂഢാം ദ്രുപദപുത്രേണ തവ ശിഷ്യേണ ധീമത. ദൃഷ്ടദ്യുമ്നന്റെ വ്യൂഹരചന വളരെ പ്രസിദ്ധമാണത്രേ. പ്രതിവ്യൂഹം ചമയ്ക്കാൻ അപ്രതിരുദ്ധമായിരിക്കണം. അതേസമയം ശത്രുസേനയെ ആക്രമിക്കാൻ സാധിക്കുന്നതുമാവണം. ഇത് രണ്ടും കൂടി എളുപ്പമല്ല. എൻ്റെ മനസ്സ് തളർന്നു പോണു. അത് അങ്ങേ ഒന്ന് ഓർമ്മപ്പെടുത്താം എന്ന് പറഞ്ഞിട്ടാണ് വന്നത്. അത് കഴിഞ്ഞിട്ട് പറയാണ് മറുസേനയിലുള്ള ആൾക്കാര് ആരൊക്കെയാണ് എന്തൊക്കെയാണെന്ന്. അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ ധൃഷ്ടകേതുശ്ചേകിതാനഃ കാശിരാജശ്ച വീര്യവാൻ പുരുജിത് കുന്തിഭോജശ്ച ശൈബ്യശ്ച നരപുംഗവഃ യുധാമന്യുശ്ച വിക്രാന്തഃ ഉത്തമൗജാശ്ച വീര്യവാൻ സൗഭദ്രോ ദ്രൗപദേയാശ്ച സർവയേവ മഹാരഥാഃ. ദുര്യോധനന്റെ കണ്ണുകൊണ്ട് കുറവ് സൈന്യമുള്ള പാണ്ഡവസേനയെ നോക്കിയപ്പോൾ ആ കണ്ണുകൊണ്ട് കണ്ട് മനസ്സിൽ വരുന്നത് തിരമാല പോലെയാണ് വരുന്നത്. അയ്യോ, അതിമഹത്തായ സേന, അത്യുജ്വലമായ സേന. നമ്മുടെ സേനാധിപന്മാരെ ഒക്കെ വകവരുത്താൻ പറ്റിയ തരത്തിൽ അവതാരമൂർത്തികളായി നിൽക്കുന്ന ചില കൂട്ടരും അവിടെ ഉണ്ട്. എന്ത് ചെയ്യാനാപ്പാ? ഞാൻ ഇത്ര നാളും അട്ടഹസിച്ചു, പ്രൗഢിയോടുകൂടി സംസാരിച്ചു, സൂചി കുത്താനുള്ള പഴുതും കൂടി തരില്ല എന്ന് പറഞ്ഞു. ഇതൊക്കെ കഴിഞ്ഞ ധർമ്മക്ഷേത്രത്തിൽ യുദ്ധത്തിന് വന്ന് നിന്ന് ഞാൻ എൻ്റെ എതിർ സൈന്യത്തെ ആദ്യമായി നോക്കുമ്പോൾ എൻ്റെ മനസ്സിൽ വന്ന് കയറുന്നത് ഈ മാതിരി വിചാരങ്ങളാണെന്ന് ആ ദുര്യോധന മുഖത്തിൽ നിന്ന് തന്നെ ആ ധർമ്മക്ഷേത്രം പുറപ്പെടുന്നു. എന്ത്? അത്ര ശൂരാ മഹേശ്വാസ ഭീമാർജുന സമായുധി. അവിടെയുള്ളവരൊക്കെ മഹേശ്വാസന്മാരാണ്. അമ്പും വില്ലും പ്രയോഗിക്കാൻ, വാളും ഗദയും പ്രയോഗിക്കാൻ, കുന്തം പ്രയോഗിക്കാൻ ഒക്കെ അതിനിപുണന്മാരാണ്. അങ്ങേയറ്റത്തെ വൈദഗ്ധ്യമുണ്ടവര്. ഭീമാർജുന സമായുധി. ഭീമനെയും അർജുനെയും പറ്റി പറയണ്ടല്ലോ. ഭീമൻ ബദ്ധവൈരിയല്ലേ, അർജുനൻ അതിസമർത്ഥനല്ലേ, വില്ലാളി വീരനല്ലേ. അവർക്ക് രണ്ടുപേർക്കും കടപിടിക്കാവുന്ന തരത്തിലുള്ള യോദ്ധാക്കളാണ്. ആരൊക്കെയാ? ഞാൻ പേര് പറയാം. യുയുധാനോ വിരാടശ്ച ദ്രുപദശ്ച മഹാരഥഃ. യുയുധാനൻ, വിരാടൻ, മഹാരഥനായിരിക്കുന്ന ദ്രുപദൻ, ദൃഷ്ടകേതുശ്ചേകിതാനഃ. ദൃഷ്ടകേതു, ചേകിതാനൻ, അതിവീര്യ പരാക്രമങ്ങളുള്ള കാശിരാജാവ്. പുരുജിത് കുന്തിഭോജശ്ച. പുരുജിത്ത്, കുന്തിഭോജൻ. ശൈബ്യശ്ച നരപുംഗവഃ. നരപുംഗവനായ ശൈബ്യൻ. യുധാമന്യുശ്ച വിക്രാന്തഃ. യുധാമന്യു. ഉത്തമൗജാശ്ച വീര്യവാൻ. ഉത്തമൗജൻ, മൗജസ്. സൗഭദ്രോ ദ്രൗപദേയാശ്ച. സുഭദ്രാപുത്രൻ അഭിമന്യു. ദ്രൗപദേയാശ്ച. ദ്രൗപദിയുടെ സന്താനങ്ങൾ, കുട്ടികൾ. സർവയേവ മഹാരഥാഃ. ഇവരെല്ലാവരും മഹാരഥന്മാരാണ്. കേൾക്കുന്നുണ്ടോ നിങ്ങള്? ഇതാണ് ധർമ്മത്തിൻ്റെ സ്വാധീനം. ധർമ്മക്ഷേത്രത്തിലാണ് യുദ്ധം നടക്കുന്നത്. ധർമ്മക്ഷേത്രത്തിൽ യുദ്ധം ചെയ്യുന്ന സമയത്ത്
കൂടുതൽ സൈന്യം സമാഹരിച്ചതിന് ശേഷവും വന്നു നിന്ന് ദുര്യോധന് പെട്ടെന്നുള്ള ആ നോട്ടത്തിൽ മനസ്സിലാകുന്നത് എൻ്റെ സേന തുലോം നിസ്സാരം, മറുസേനയോ അപാരം, അതിഗംഭീരം, അത്യുജ്വലം, പ്രൗഢം, അജയ്യം എന്ന് തോന്നിക്കുക. മനസ്സിലിങ്ങനെ തോന്നിയാൽ പിന്നെ യുദ്ധം ശരിയാവുമോ? നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അപ്പൊ ധർമ്മസ്വാധീനം എപ്പോഴും ശരീരത്തിൻ്റെ ഉള്ളിൽ മനോമണ്ഡലത്തിലും ബുദ്ധിമണ്ഡലത്തിലുമാണ്. സർവേവ മഹാരഥാഹ. ഇവിടെ എത്ര ആളുടെ പേര് പറഞ്ഞു? 10-20 ആളുടെ പേര് പറഞ്ഞിട്ടുണ്ട്. ആരൊക്കെയാണ് ഈ മഹാരഥന്മാര് എന്ന് ചോദിച്ചാൽ, ഏകോദശസഹസ്രാണി യോധയേദ്യസ്തു ധന്വിനഃ അസ്ത്രശസ്ത്ര പ്രവീണശ്ച മഹാരഥ ഇതി സ്മൃതഃ. ഏകോദശസഹസ്രാണി യോധയേ. 10,000 പടയാളികളോട് പടപൊരുതാൻ സാധിക്കുന്നവനാണ് മഹാരഥി. അമിതാന്യോധയേദ്യസ്തു സംപ്രോക്തോ അതിരഥസ്തു സഹ. അനേകം ആൾക്കാരോടുകൂടി പടപൊരുതാൻ സാധിക്കുന്നവൻ അതിരഥനാണ്. രഥീത്വേകേനയോ യുദ്ധേ തന്യൂനോ അർദ്ധരഥോ മതഃ. രഥി എന്ന് പറഞ്ഞാൽ തനിക്ക് വേറൊരാൾ അങ്ങനെ ഒറ്റയ്ക്ക് പടപൊരുതാൻ സാധിക്കും. അത് വിട്ട് താഴത്ത് പോയ അർദ്ധരഥൻ എന്നൊക്കെയാണ് പേര് പറയുക. അതിരഥി 10,000 യോദ്ധാക്കളോട് പടപൊരുതണം. അങ്ങനെ ആരൊക്കെയുണ്ട്? യുയുത്സു, ദ്രുപദൻ, വിരാടൻ, ഉത്തരൻ, ശിഖണ്ഡി, ദുശാസനൻ, വികർണൻ, ജയദ്രഥൻ, ശകുനി, ഇവരെല്ലാവരും അതിരഥികളാണത്രേ. മഹാരഥി എന്ന് പറഞ്ഞാലോ 10,000 യോദ്ധാക്കളെ ഒരുമിച്ച് നേരിടാൻ സാധിക്കണം. എല്ലാ വിധത്തിലുള്ള ആയുധങ്ങൾ പ്രയോഗിക്കുന്നതിലും അങ്ങേയറ്റം സാമർഥ്യവും വേണം. യുധിഷ്ഠിരൻ, ഭീമൻ, നകുലൻ, സഹദേവൻ, അഭിമന്യു, സാത്വികി, ദൃഷ്ടദ്യുമ്നൻ, ശല്യൻ, ദുര്യോധനൻ, കൃപൻ, അശ്വത്ഥാമ, കംസൻ, ജരാസന്ധൻ, ബാണാസുരൻ, ഇവരൊക്കെയാണ് വാസ്തവത്തിൽ മഹാരഥികൾ. അതിമഹാരഥികളോ 12 മഹാരഥികളെ നേരിടാൻ സാധിച്ചാൽ അവര് അതിമഹാരഥികളായി. ആ വകുപ്പിൽപ്പെട്ട പടയാളികളും ഭാരതത്തിലുണ്ടായിരുന്നു. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? ഇന്നത്തെ കാലത്ത് ഇവിടെ എന്തൊക്കെയുണ്ട്? പഴയ കാലത്ത് ആലോചിച്ച് നോക്കൂ എന്തായിരിക്കുന്നു സ്ഥിതി എന്ന്. വാലി, കാർത്തവീര്യാർജുനൻ, രാവണൻ, പരശുരാമൻ, ജാമ്പവാൻ, ഭീഷ്മൻ, കർണൻ, അർജുനൻ, ദ്രോണാചാര്യൻ, ഇന്ദ്രജിത്ത്, ഇവരെല്ലാം അതിമഹാരഥികളാണ്. മഹാരഥി 24 അതിമഹാരഥികളെ നേരിടാൻ സാധിച്ചാൽ മഹാമഹാരഥിയായി. അങ്ങനെ ഒരു മഹാമഹാരഥി നമ്മുടെ സങ്കല്പത്തിലുണ്ടെങ്കിലും ഇവിടെ ആരും ഉണ്ടായിട്ടില്ല. എന്താ കാരണം? 24 അതിമഹാരഥികളെ ഒരുമിച്ച് നേരിടാൻ സാധിച്ചാൽ ആ ആളെ മഹാമഹാരഥി എന്ന് പറയും. അത്രയ്ക്ക് സൈന്യവലിപ്പമോ സേനാ മേധാവികളോ ഇവിടെ ഉണ്ടായിട്ടില്ലാത്തതിനാൽ അത് സങ്കല്പത്തിൽ മാത്രം അവശേഷിക്കുകയാണ്. നമുക്ക് ഫീൽഡ് മാർഷൽ എന്നൊരു ടൈറ്റിൽ ഇന്ത്യയിൽ ഇതുവരെ ഇല്ല. എന്നാൽ അയൽവക്ക രാജ്യത്തിൽ ഫീൽഡ് മാർഷൽ എന്നൊരു പേരൊരാൾ സ്വയം അങ്ങോട്ട് ധരിച്ചു. അത്രയ്ക്ക് സേന അവിടെ ഇല്ലെങ്കിലും ധരിച്ചു. ഫീൽഡ് മാർഷൽ എന്നൊരാളെ പറ്റി കേട്ടിട്ടുണ്ടല്ലോ നിങ്ങൾ. 10-20 ആളുടെ പേര് പറഞ്ഞ എല്ലാം മഹാരഥികളാണെന്ന് പറഞ്ഞതിന് ശേഷം ഇനി നമ്മുടെ സൈന്യത്തിൻ്റെ വർത്തമാനവും ഞാനൊന്ന് ചുരുക്കി പറയാം എന്ന് പറഞ്ഞ് ദുര്യോധനൻ തുടരണു. അപ്പോഴല്ലേ തനിക്ക് പറയാനുള്ളത് മുഴുവൻ പറഞ്ഞ ആചാര്യനോട് സന്നാഹങ്ങളൊക്കെ ശരിയാക്കാൻ പറയാൻ പറ്റുള്ളൂ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ നായകാ മമ സൈന്യസ്യ സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. അസ്മാകം തു വിശിഷ്ടായേ താൻ നിബോധ ദ്വിജോത്തമ. ദ്രോണന്റെ അടുത്ത് പോയി പറയാണ് ദ്വിജോത്തമാൻ. ദ്രോണൻ ക്ഷത്രിയനല്ലല്ലോ, ബ്രാഹ്മണനാണല്ലോ. അതുകൊണ്ട് ഹേ ബ്രാഹ്മണ ശ്രേഷ്ഠ, ക്ഷത്രിയന്മാരൊരു വകുപ്പ് വേറെയാണ്. അങ്ങ് ബ്രാഹ്മണനാണ്, ക്ഷത്രിയന്മാരെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതും ശരിയാ. പക്ഷേ പടപൊരുതുന്ന സമയത്ത് സാമർഥ്യം അങ്ങയ്ക്കാവോ കൂടുതൽ അതോ ക്ഷാത്ര തേജസ്സിനോ എന്നുള്ളത് കണ്ടറിയണം. അപ്പം ഞാൻ നമ്മുടെ സൈന്യത്തിൻ്റെ വിവരങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞു തരാം. സംജ്ഞാർത്ഥം താൻ ബ്രവീമിതേ. വെറുതെ ഒന്ന് പേര് പറയണമെന്ന് മാത്രമേ ഉള്ളൂ. അപ്പുറത്തുള്ള വർത്തമാനം പറഞ്ഞപ്പോൾ ഇപ്പുറത്തും പറയണല്ലോ. താൻ നിബോധ ദ്വിജോത്തമ എന്നിട്ട് പറയാണ് ഭവാൻ ഭീഷ്മശ്ച കർണശ്ച കൃപശ്ച സമിതിഞ്ജയഃ അശ്വത്ഥാമ വികർണശ്ച സൗമദത്തിസ്തഥൈവ ച. കഴിഞ്ഞു പേര്. 11 അക്ഷൗഹിണി സേനയിൽ 7 അക്ഷൗഹിണിയിൽ 20 ആളുടെ പേര് പറഞ്ഞാൽ 11 അക്ഷൗഹിണി സേനയിൽ എത്ര പറയണം? അതിൽ ദുര്യോധനന്റെ കണ്ണിലും മനസ്സിലും കൂടി ഉണ്ടായത് എത്രയാ? ഭവാൻ ആദ്യമായിട്ട് അങ്ങ്, ഭീഷ്മശ്ച ഭീഷ്മൻ, പിന്നെ കർണശ്ച കർണൻ, കൃപശ്ച കൃപൻ, സമിതിഞ്ജയൻ
അശ്വത്ഥാമാവ് വികർണൻ സൗമദത്തിസ്തഥൈവ ച. ഇത്രയേ ഉള്ളൂ. അന്യേ ച ബഹവഃ ശൂരാഃ മദർത്ഥേ ത്യക്തജീവിതാഃ നാനാശസ്ത്രപ്രഹരണാഃ സർവേ യുദ്ധവിശാരദാഃ. അന്യേ ച വേറെയും അനവധി പേരുണ്ട്. ബഹവഃ ശൂരാഃ അനവധി ശൂരന്മാരാണ്. മദർത്ഥേ ത്യക്തജീവിതാഃ അവരിവിടെ വന്നിരിക്കുന്നത് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ്? മദർത്ഥേ എനിക്ക് വേണ്ടി ത്യക്തജീവിതാഃ ജീവിതം ഉപേക്ഷിച്ച് വന്നിരിക്കുക. നടന്നതും അത് തന്നെയല്ലേ. ദുര്യോധൻ്റെ പക്ഷത്തിൽ വന്നിട്ടുള്ളവർ മുഴുവൻ എന്തിനാ വന്നേ? കടപുരുതി മരിക്കാൻ. ജയിക്കാൻ വന്നവരാരുമില്ല അവിടെ. കേൾക്കൂ അദ്ദേഹം സംസാരിക്കണ വർത്തമാനം. മദർത്ഥേ ത്യക്തജീവിതാഃ അവർക്ക് യുദ്ധസാമർഥ്യമുണ്ട്, വീര്യമുണ്ട്, പരാക്രമമുണ്ട്, മഹാരഥന്മാരാണ്, ഒക്കെ ഉണ്ടെങ്കിലും എൻ്റെ പക്ഷത്തിൽ ചേർന്നതോടുകൂടി പ്രാണൻ പോയതിന് തുല്യമാണെന്ന്. അപ്പൊ പ്രാണൻ ത്യജിക്കാൻ വേണ്ടി അവരൊരു സ്ഥലം തിരഞ്ഞെടുത്തിരിക്കുകയാണ്. നാനാശസ്ത്രപ്രഹരണ അനവധി ശസ്ത്രങ്ങൾ പ്രഹരിക്കാൻ അവർക്ക് കെൽപ്പുണ്ട്, അറിവുണ്ട്. സർവേ യുദ്ധവിശാരദാഹ എല്ലാവരും യുദ്ധത്തിൽ അങ്ങേയറ്റത്തെ വിശാരദന്മാരാണ്, പാരംഗതന്മാരാണ്. അങ്ങനെയൊക്കെ ആയാലും എൻ്റെ മനസ്സിൽ തോന്നുന്നത് എന്താണെന്നറിയോ? അപര്യാപ്തം തദസ്മാകം ബലം ഭീഷ്മാഭിരക്ഷിതം പര്യാപ്തം ദ്വിധമേതേഷാം ബലം ഭീമാഭിരക്ഷിതം.